വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓ, അതെപ്പോ വേണമെങ്കിലും വരാം. സ്വാമി വളരെ ക്ലോസ് ആയിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരാളാണ് ഒരു കാലത്തൊക്കെ. അടുത്ത ഡിസംബറിൽ ഉണ്ടായിരിക്കും. അതെ, പക്ഷെ ആ സമയമാകുമ്പോൾ മിക്കവാറും വേറെ എവിടെയെങ്കിലും എനിക്ക് പ്രോഗ്രാം ഉണ്ടോ, അപ്പൊ വരാൻ പറ്റാറില്ല സാധാരണ. നോക്കട്ടെ, ആവശ്യം വരുമ്പോ വരും. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഓ, ഡ്രസ് കളർ ഒരു ദിവസം ഓരോ കളർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്റെ കളർ നോക്കിയിട്ടാണോ? ആ, എന്റെ അടുത്തൊരു 100-ലധികം ഡിഫറെന്റ് കുർത്തകളും ഡിഫറെന്റ് കളേഴ്സും ഉണ്ടാവും. okay. കാരണം എല്ലാ കളറുകളും ഇത് മിക്കവാറും ആൾക്കാർ ഗിഫ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അവർക്കറിയാം ഞാൻ കുറെ കളർ ഉണ്ടെന്ന്. അപ്പൊ ഇല്ലാത്ത കുറെ കളർ, ഈ ബ്ലൂ തന്നെ ഒരു 10 ഉണ്ടാവില്ല. കഴിഞ്ഞ ഫ്രൈഡേ ആയിരുന്നു ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു, അപ്പൊ ബ്ലൂ ആയിരുന്നു. ഓ, എനിക്ക് തോന്നി അങ്ങനെ നോക്കാറില്ല. നോക്കാറില്ല. ഓക്കെ. ചിലരുണ്ട് മൺഡേ ആണെങ്കിൽ വൈറ്റ്, ട്യൂസ്ഡേ ആണെങ്കിൽ അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് കലണ്ടറാണ്. ഇൻക്ലൂഡിങ് രാഹുകാലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഘോഷിക്കുന്ന 2 മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, അതിനൊന്നും ഭാരതീയ സങ്കല്പ പ്രകാരം ഒരു വിലയുമില്ല. ഇപ്പൊ ശനിയാഴ്ച ഭഗവാന് നല്ലത്. ഭാരതീയ ശാസ്ത്രപ്രകാരം 7 ദിവസം എന്ന് പറയുന്ന ഈ അഡ്മിനിസ്ട്രേറ്റീവ് കലണ്ടറുമായിട്ട് ഭഗവാൻമാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ വിഷ്ണുവിന് വ്യാഴാഴ്ച ഡ്യൂട്ടിയും ശിവന് ശനിയാഴ്ച ഡ്യൂട്ടിയും ബാക്കി എല്ലാ ദിവസവും അവർക്ക് ലീവ് എടുക്കാലോ. നമുക്ക് തിഥിയും നക്ഷത്രവും മാത്രമേ ഉള്ളൂ. അത് ഏതോ മാഗസീനുകൾ ഉണ്ടല്ലോ, നക്ഷത്രത്തിന്റെ ജ്യോതിഷരത്നം എന്നൊക്കെ പറയുന്നത്. ഈ കലണ്ടറിൽ വന്നിട്ടുള്ള രാഹുകാലത്തിന് പോലും ഒരു വിലയില്ല, ഗുളിക കാലത്തിന്. കാരണം അത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഫ്രൈഡേ എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ ഗ്രഹങ്ങളുടെ കൺസെപ്റ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. അപ്പൊ സൺഡേ സൂര്യനാണെന്ന് പറഞ്ഞാൽ മൺഡേ സൂര്യനും സൺഡേ സൂര്യനും വല്ല വ്യത്യാസമുണ്ടോ? ഉണ്ടോ? തിങ്കളാഴ്ച പിന്നെ ചന്ദ്രനാണെന്ന് പറഞ്ഞിട്ട് 15 ദിവസം കൂടുമ്പോ ചന്ദ്രൻ ഒരു മാറ്റം തിഥി അനുസരിച്ചുണ്ടാവും എന്നല്ലാതെ. അപ്പൊ അത് പൊട്ടത്തരാണ്. അപ്പോ പക്ഷെ അതുകൊണ്ട് ഒരു ഗുണം എന്താ വെച്ചാൽ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ നടത്തുമ്പോൾ കൂടെ ഉണ്ടായ അന്ന് മാത്രം അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. വെള്ളുതിരി കത്തിക്കുന്നത് ശനിയാഴ്ചയാണ് നല്ലത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അയ്യപ്പന് ശനിയാഴ്ച നല്ല ദിവസം? ദേവിമാർക്ക് വെള്ളിയാഴ്ച എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചൊവ്വയും വെള്ളിയും ദേവിയുടെ ദിവസം, ബാക്കി എല്ലാ ദിവസവും ദേവി കിടന്നുറങ്ങണം. അപ്പൊ അതിലൊന്നും അർത്ഥമില്ല. പക്ഷെ അതുപോലെ തന്നെ പൂജകളും നമ്മൾ സന്ധ്യ എന്ന് പറയുന്ന കാലസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായന്ന സന്ധ്യ എന്നൊക്കെ പറയുന്ന സന്ധ്യകൾക്ക് വലിയൊരു പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെ വെച്ചില്ലെങ്കിൽ അമ്പലം സ്ഥിരമായിട്ട് തുറന്നു വെക്കണ്ടേ? അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അതല്ലെങ്കിൽ എല്ലാ ക്ഷേത്രവും കൃത്യം 6 മണിക്ക് തുറന്ന് 8 മണിക്ക് അടക്കും എന്നൊക്കെ പറയണ്ടേ? അങ്ങനെയല്ലല്ലോ. മഹാക്ഷേത്രങ്ങളൊക്കെ രാവിലെ തുറന്ന ഫുൾ ടൈം ഓപ്പൺ ചെയ്ത് വെക്കല്ലേ. ശബരിമലയിലും ഭഗവാൻ തന്നെയല്ലേ. അപ്പൊ ഇതൊക്കെ ഓരോ സൗകര്യാർത്ഥം ചെയ്യുന്നതാണ്. ഭഗവാന് 24 മണിക്കൂറും ഡ്യൂട്ടിയുള്ള വ്യക്തിയാണ്. നമുക്കും അതുപോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും തിഥികളും അതുപോലെ തന്നെ മൂണാർ കലണ്ടറും സോളാർ കലണ്ടറും ഇതൊക്കെ വെച്ചിട്ട് തരംതിരിക്കാന്നല്ലാതെ ജനുവരി, ഫെബ്രുവരി, സാറ്റർഡേ, സൺഡേ, മൺഡേ അതിനൊന്നും ഒരു വിലയില്ല. കാരണം അത് അഡ്മിനിസ്ട്രേറ്റീവ് കലണ്ടേഴ്സ് ആണ്. അത് രണ്ടും കൂടെ കൺഫ്യൂസ് ചെയ്യുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് പലപ്പോഴും. നമ്മുടെ കലണ്ടറുകളിൽ പോലും പഞ്ചാംഗത്തിൽ പോലും അത് എഴുതാറുണ്ട്. രാഹുകാലം അർത്ഥമില്ലാത്തൊരു സംഭവം. അങ്ങനൊരു കാലമൊന്നുമില്ല. രാഹുവും കേതുവും ആഴ്ചകൾ കൊണ്ട് ദിവസങ്ങൾ കൊണ്ട് മാറുന്നതല്ല. രാഹുവിന്റെയും കേതുവിന്റെയും ഗ്രഹ അവസ്ഥ നോക്കിയിട്ട് 360 ഡിഗ്രിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് ദിവസമാണെന്ന് പഞ്ചാംഗം നോക്കിയിട്ട് കൃത്യമായിട്ട് ഓരോ ദിവസവും നമുക്ക് പറയാൻ പറ്റും. ഞാൻ 7 മണിയായി. ഞാൻ ഇതിനെക്കുറിച്ച് പറയാന്നൊക്കെയാണ് വിചാരിച്ചത്, ശിവരാത്രിയെ കുറിച്ച്. പക്ഷെ ഇന്നലെ ശിവരാത്രിയെ കുറിച്ച് ഓൾറെഡി ലക്ഷ്മി കാനത്തൊരു ഡിസ്കഷനിൽ വന്നത് കൊണ്ട് അത് വേണ്ട, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാന്നാവാം.
പക്ഷെ അത് പറയാതെ പോയിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. പറയാതെ പോയതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചിലപ്പോ പറഞ്ഞു വരുമ്പോ അത് വിട്ടുപോയി എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ അതില് ഇപ്പോ കുംഭമേള നടക്കുന്ന ഒരു കാലമായതുകൊണ്ട് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ശിവന്റെ നാമത്തിൽ ഏറ്റവും പ്രസിദ്ധമായ നദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേരെന്താന്ന് ആർക്കെങ്കിലും പറയാമോ? ഗംഗാധരൻ. വണ്ടർഫുൾ, വെരി ഗുഡ്. അതിൽ ഗംഗാധരൻ എന്ന പേര് ഗംഗയെ ധരിച്ചിരിക്കുന്ന ആള് എന്നാണ്. അതിന് കാരണം വലിയൊരു കഥയാണ്, അറിയാലോ. ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു നദിയല്ല ഗംഗ. അത് ഭൂമിയിലേക്ക് ഒഴുകി വരുമ്പോൾ ഭൂമിക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരും എന്ന ഭയം കൊണ്ട് അതിനെ തടഞ്ഞു നിർത്തിയതാണ് ശിവൻ. അപ്പൊ ഭൂമിയെ രക്ഷിച്ചിട്ടുള്ള ഭഗവാൻ എന്ന് പറയുന്ന ശിവൻ ആ ഗംഗയെ ഭൂലോകത്തിലേക്ക് വരുന്ന സമയത്ത് ആദ്യം സ്വർഗലോകത്തിൽ മാത്രം ഉണ്ടായിരുന്നത് ഭൂമിയിലേക്ക് പതിയുമ്പോ ഭഗീരഥ മഹർഷി എന്ന് പറയുന്ന ആ ഭഗീരഥി നിവർ നദി എന്ന് പറഞ്ഞൊരു നദി തന്നെയുണ്ട്. നമ്മൾ കൈലാസത്തിൽ പോകുമ്പോൾ ഗംഗയെ കാണാം, അത് അപ്രത്യക്ഷമായിട്ട് കാണാം. പിന്നെ ആണ് ഗംഗ ഇന്ന് നമ്മൾ കാണുന്ന ഗംഗയിലേക്ക് ഒഴുകി വരുന്നത്. അത് ഈ നമ്മുടെ സ്വാമി വിവേകാനന്ദനൊക്കെ നീന്തം പഠിച്ചിട്ടുള്ളത് ഭഗീരഥി റിവറിൽ വെച്ചാണെന്നാ പറയാം. അത് ഗംഗയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത് ഭൂമിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നദിയാണെന്നാണ്. അപ്പൊ അതിന്റെ ശക്തി വളരെ വലിയ ശക്തിയുള്ള, എല്ലാ ഹിമാലയത്തിൽ നിന്ന് വരുന്ന നദികൾക്കും ഈ വളരെ ശക്തിയുണ്ട്. അതിൽ ഏറ്റവും ശക്തിയുള്ളതാണ് ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഏക പുരുഷ നദിയായ ഏതാത്? ബ്രഹ്മപുത്ര. ബാക്കിയൊക്കെ പുത്രിമാരാണ്. ഈ സാധാരണ പറയുമ്പോൾ ക്ഷേത്രത്തിലുള്ള വഴിപാടുകളൊക്കെ സ്ത്രീകളുടെ പേരാന്നാ പറയാ. അർച്ചന എന്നുള്ള പേരും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ സ്ത്രീകളുടെ പേരാണ്. അപ്പൊ അതുപോലെ നദികളുടെ പേരും സ്ത്രീകളുടെ പേരാണ്. അതിൽ കുറച്ച് സോഫ്റ്റ് ആണെങ്കിലും ഒഴുകി വരുന്നതിന് വലിയ ശക്തിയുള്ളതാണ് ഗംഗ. അത് ഭൂമിയെ തകർത്തു കളയുമെന്ന് ഭയമുള്ളപ്പോ തടഞ്ഞു നിർത്തിയതാണ് ശിവൻ. അത് ജഡയില് അത് പല തരത്തിലുള്ള കഥകളും പറയാറുണ്ട്. ശിവൻ ഗംഗയെ ഒളിപ്പിച്ചു വെച്ചു പാർവതിയിൽ നിന്നൊക്കെ പറയുന്നത്. അതല്ല അതിന്റെ കഥ. അപ്പൊ ആ ജഡയില് ഗംഗ സ്വീകരിക്കപ്പെട്ടു. ആ ഒരു തൽക്കാലം ഒരു ചാനൽ ഉണ്ടാക്കുന്നത് വരെ സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതൊക്കെയാണ് കഥ. അപ്പൊ ഗംഗാധരൻ എന്നുള്ള പേരിന്റെ പ്രത്യേകതയും ഗംഗ എന്ന നദിയുടെ പ്രത്യേകതയും അത് ഇപ്പോ ഈ പ്രയാഗയില് നടക്കുന്ന അവിടെ ചേരുന്ന 3 നദികളില് ഗംഗ, യമുന, സരസ്വതി എന്ന് പറയുന്ന 3 നദികളുടെയും ഭാഗമായിട്ട് യമുന തീരത്തിൽ എപ്പോഴും നമുക്ക് കൃഷ്ണന്റെ കഥയാണ് കേൾക്കുക. ഗംഗയുടെ കാര്യം പറയുമ്പോൾ ശിവനെ കുറിച്ചാണ് ഓർക്കുക. സരസ്വതി എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിനെ കുറിച്ചാണ് ഓർക്കുക. അപ്പോ എന്താണ് പ്രയാഗരാജിന്റെ അല്ലെങ്കിൽ സംഗമത്തിന്റെ പ്രത്യേകത, ത്രിവേണിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ഗായത്രി ദേവിയുടെ സംഗമമാണ്. ഗായത്രി സംഗമം എന്ന് പണ്ട് പാട്ടുകളിലൊക്കെ കേൾക്കാറില്ലേ? ത്രിവേണി സംഗമം, ഗായത്രി സംഗമം. അത് വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ് 3 ഭഗവാന്മാരുടെയും ജോയിൻ ചെയ്യുന്ന ഒരവസ്ഥയും കൂടിയാണ്. അപ്പൊ ശിവരാത്രിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഗംഗയുടെ പ്രത്യേകതയെ കുറിച്ചും പറയണം. പിന്നെ എനിക്ക് തോന്നുന്നു ഗിരിജയാണ് ചോദിച്ചു തോന്നുന്നു അല്ലെ? ഗിരിജ, ശിവരാത്രി സമയത്ത് മരണവുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത്? അതെ, പക്ഷെ ആ മരണവുമായിട്ടല്ല ബന്ധം. ശരിക്കും പറഞ്ഞാൽ സമാധി എന്നതിന്റെ പേര് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ് മരണം. ഏത് സമയവും മരണത്തിന് നല്ലതാണ്. പക്ഷേ നവംബർ 22-ാം തീയതിയാണ് മഹാഭാരത യുദ്ധത്തിൽ ഭഗവത്ഗീത പറയപ്പെടുന്നത്. അത് കഴിഞ്ഞ് ജനുവരി 14-ാം തീയതി സംക്രമണം, സംക്രാന്തി, സൂര്യൻ താഴത്തെ ഭാഗത്ത് നിന്ന് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് യാത്ര തുടരുന്ന സമയം ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് പോകുന്നതിന് ശേഷമുള്ള സമയമാണ് ഏറ്റവും നല്ല സമയം എന്നാ പറയാം. അപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ ഭീഷ്മ പിതാമഹര് നവംബറിൽ നിന്ന് ജനുവരി വരെ വെയിറ്റ് ചെയ്തത്, 40 ദിവസത്തോളം വെയിറ്റ് ചെയ്തു മരിക്കാൻ വേണ്ടി? അതിന് കാരണം തന്നെ മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും നല്ല സമയം ആ സമയമായതുകൊണ്ടാണ്. അത് മുതൽ ഏറ്റവും ആ ഗുണം തുടങ്ങുന്നത് സംക്രാന്തി മുതലാണ്.
അത് ഈ ശിവരാത്രി കാലം വരെ, മിക്കവാറും ഫെബ്രുവരി ഈ ദിവസങ്ങളിലൊക്കെ, ഫെബ്രുവരി അവസാനം വരെയുള്ള ഒരു 40 ദിവസം. ആ 40 ദിവസമാണ് ഏറ്റവും നല്ല സമയം എന്നാ പറയാം. അത് കൃഷ്ണപക്ഷത്തില്, കറുത്ത പക്ഷത്തില് ഈ തിഥി വരുന്ന, ചതുർദശി വരുന്ന ഈ ഒരു കാലം എന്ന് പറയുന്ന ശിവരാത്രിയുടെ കാലം വരെ ശരീരത്തിന്റെ പ്രാണവായുവിന് ഉയരാനുള്ള ഒരു സന്ദർഭമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പിരിച്വലി ഹൈലൈറ്റ് ചെയ്യപ്പെടാനുള്ള, ധ്യാനത്തിനും ജപത്തിനും ഒക്കെ പറ്റുന്ന സമയം. അപ്പൊ ആ സമയം എപ്പോഴും മരണത്തിന് നല്ലതാണ്, മോക്ഷപ്രാപ്തിക്ക് പറ്റിയ സമയം എന്നാ പറയാം. അത് സമാധി എന്ന അവസ്ഥയിലേക്ക്, മരണത്തിന്റെ അനുഭവം തന്നെയാണ് സമാധിക്ക് പറ്റിയ സമയമാണ്. നമുക്കൊക്കെ കൃത്യമായിട്ട് മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ, മെഡിറ്റേഷൻ എന്നുള്ള വാക്ക് എനിക്ക് ഇഷ്ടമല്ലെങ്കിലും അത് അങ്ങനെ കേൾവി കേട്ടതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം. അങ്ങനെ ഒരു ശാസ്ത്രീയമായ വ്യാഖ്യാനം വേണമെങ്കിൽ പറയാം. മാനസികമായും വൈകാരികമായും നല്ല ശാന്തത കിട്ടുന്ന, മരണത്തെ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന, മരണത്തെ വേണമെങ്കിൽ ഞാൻ ആർജിക്കാം, ഞാൻ അതിന് തയ്യാറാണ് എന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റിയ ഒരു സമയമായിട്ടാണ് ഈ സമയത്തെ കാലം. അതുകൊണ്ട് മരണത്തിന്റെ സമയമാണെന്ന് പറയാറുണ്ട്. അതാണ് കറുത്ത പക്ഷത്തിന്റെ, കൃഷ്ണപക്ഷത്തിന്റെ, ശിവരാത്രിയുടെ ഈ ആത്മീയമായിട്ടുള്ള ഔന്നത്യത്തിലേക്ക് എത്താൻ പറ്റിയ സമയം. അതുകൊണ്ട് മോക്ഷപ്രാപ്തിക്ക് പറ്റിയ സമയം എന്നുള്ള ഒരു ധാരണയുണ്ട്. അതുകൊണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയില്ല. എനിക്ക് തോന്നുന്നു സുനിത ഒന്ന് മ്യൂട്ട് ചെയ്യോ, ഒന്നുകൂടി ചോദിക്കൂ. ആരാ ചോദിച്ചതെന്ന് മനസ്സിലായില്ല. ആ, ഒന്നുകിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. ക്ലിയർ ആവണില്ല, സൗണ്ട് ക്ലിയർ ആവണില്ല. ഒന്നുകിൽ ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം ആ ചോദ്യം. സിഗ്നൽ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ക്ലിയർ ആവണില്ല. വേറെ ആർക്കെങ്കിലും ചോദിക്കാം. ഡോക്ടർ, കാളകൂടവിഷം വമിത്തിന്റെ പ്രത്യാഘാതമായിരിക്കും ഇത്? ആവാം, അതും ആവാം. ശിവൻ എന്ന് പറയുന്ന സമയത്ത് ഏത് തരത്തിലുള്ള മനുഷ്യനെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ സമാധി എന്ന് പറയുന്ന, സാധാരണ ഡിസ്ട്രോയർ എന്നുള്ള പേരിൽ വല്ലാണ്ട് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു ജന്മമാണ് ശിവന്റെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഏത് ഡിസ്ട്രോയ്, ഇപ്പൊ ഗംഗയെ താഴെ വീണ് മനുഷ്യന്മാരെ ഡിസ്ട്രോയ് ചെയ്യാണ്ട് രക്ഷിക്കാനുള്ള ഭഗവാനാണ്. അതുപോലെ വിഷം ആവശ്യം വരുന്ന സമയത്ത് ജനങ്ങൾക്ക് ഉപദ്രവമാവണ്ട വെച്ചിട്ട് സ്വന്തം ഏറ്റെടുത്തിട്ടുള്ള ആളെ എങ്ങനെയാ നമ്മൾ ഡിസ്ട്രോയർ എന്ന് വിളിക്കുക? അതുകൊണ്ട് ഇന്നലെ എന്റെ ആ ഒരു ഇന്റർവ്യൂവിൽ ആ ഭാഗത്ത് വന്നു എന്ന് എനിക്കറിയില്ല, അവർ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഏകദേശം 3 മണിക്കൂറോളം ഉണ്ടായിരുന്നു ഇന്നലെ ഇന്റർവ്യൂ. രാത്രി 12-12:15 തീരും. അപ്പൊ അതിനിടയിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ, ഡിസ്ട്രോയർ എന്നുള്ള വാക്കും അത് ഈ ഗോഡ് എന്നുള്ളതിനൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ ഇംഗ്ലീഷ് സ്റ്റൈലിലൊക്കെ ശ്രമിക്കുന്നത് കൊണ്ട് പറ്റിയ അബദ്ധങ്ങളാണ്. ജനറേറ്റർ, എന്താണ് ഓർഗനൈസർ അല്ലെങ്കിൽ ഡിസ്ട്രോയർ, അത്തരം വാക്കുകളെ ഉപയോഗിക്കരുത്. ലോർഡ്, ഗോഡ് എന്നുള്ളതിനൊന്നും എക്സ്പ്ലനേഷൻ പറയാൻ പോകരുത്. അതുപോലെ തന്നെയാണ് സൺഡേ മൺഡേക്ക് എക്സ്പ്ലനേഷൻ പറയാൻ പോകരുത് എന്ന് പറയുന്നത്. നമ്മൾ ഈ 2 ശാസ്ത്രങ്ങളും കൂടി യോജിക്കില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് കരിക്കപ്പെട്ടിട്ടുള്ളതിനെ മലയാളത്തിലേക്കും അതിന് എക്സ്പ്ലനേഷനും ഒക്കെ കൊടുക്കാൻ പോകുമ്പോഴാണ് ഈ അബദ്ധം പറ്റുക. അപ്പൊ അങ്ങനെ ഒരു അർത്ഥമില്ല. അപ്പൊ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന, ഏറ്റവും പെട്ടെന്ന് വിളിച്ചാൽ കേൾക്കുന്ന ഭഗവാൻ എന്നാണ് ശിവൻ എന്ന് പറയാം. നമ്മളൊക്കെ അറിയാതെ ശൈവേറ്റ്സ് ആയിട്ടുള്ളവരാണ്. കാരണം കൃഷ്ണക്ഷേത്രങ്ങൾക്കൊക്കെ മുമ്പ് ആദ്യം ഉണ്ടായിരുന്നത് ശിവക്ഷേത്രവും, എൻ്റെ അമ്മയുടെ അച്ഛനൊക്കെ നാട്ടിൽ പണിതിട്ടുള്ളത് ശിവക്ഷേത്രമാണ്. പിന്നെ ദേവിയുടെ ക്ഷേത്രമാണ് പിന്നെ ഉള്ളത്. അത് പാർവതിയുടെ, ദുർഗയുടെ സങ്കല്പം എന്നാ പറയാം. അപ്പൊ ഇന്നത്തെ ദിവസം ഈ അടുത്ത ഞങ്ങളുടെ ഭാഗത്തൊക്കെ ക്ഷേത്രങ്ങളൊക്കെ അടുത്തടുത്ത് ഉത്സവം ഉണ്ടാവുമ്പോൾ, ഇപ്പൊ ഡിസംബറിലായിരുന്നു നമ്മുടെ ഉത്സവം. ആ സമയത്ത് ഈ ഒരു 5-10 പേര് ക്ഷേത്രത്തിൽ മാത്രം താമസിക്കും. അതിന് നെയ്യവൃതം എന്നാ പറയാം. നെയ്യാണ് അമൃതമായിട്ട് എടുക്കുക. ആ നെയ്യവൃതം എടുത്തിട്ട് ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും അടുത്ത ക്ഷേത്രത്തിലേക്ക് ഒരു ബഞ്ച് ഓഫ് ആൾക്കാർ പോകും. ഇന്നിപ്പോ എനിക്ക് അതിന്റെ വീഡിയോ അയച്ചു തന്നു എൻ്റെ ബ്രദർ. നാട്ടിൽ ഇപ്പൊ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് രാത്രിയിലൊക്കെയാണ് സഞ്ചരിക്കുക. അത് വലിയൊരു ആചാരമാണ്. അത് നല്ല ഒരു സത്സംഗം പോലെ അവര് ക്ഷേത്രത്തിൽ ഇരിക്കുന്ന സമയത്ത്
ഉത്സവത്തിന്റെ കാലത്ത് അവരെ സ്നാനം ചെയ്യിപ്പിക്കുക എന്നുള്ളത് ബ്രാഹ്മണന്റെ കടമയാണ്. പക്ഷെ അത് ബ്രാഹ്മണന്മാരല്ല, സാധാരണ നിൽക്കുന്ന നമ്പ്യാന്മാരും നമ്മുടെ ക്ഷേത്ര സങ്കല്പവുമായിട്ട് ക്ഷേത്ര പരിചാരകന്മാരായിട്ടിരിക്കുന്നവരാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയ വർഗത്തിൽപ്പെട്ടിട്ടുള്ളതാണ്, ബ്രാഹ്മണ ഗ്രൂപ്പിലല്ല എന്നർത്ഥം. പൂജ ചെയ്യാൻ വിധിക്കപ്പെട്ടിട്ടുള്ളവരല്ല, ക്ഷേത്രം പണിയാൻ വിധിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അപ്പം അത്തരം ആൾക്കാരാണ് ഈ ക്ഷേത്രത്തിനകത്ത് താമസിക്കാൻ ഈ ഒരു 10 ദിവസമൊക്കെ അവർക്ക് താമസിക്കാം. അങ്ങനെ വ്രതമെടുത്ത് താമസിച്ച് ഒരു ക്ഷേത്രത്തിൽ നിന്ന് അടുത്ത ക്ഷേത്രത്തിലേക്ക് നെയ് കൊണ്ടുപോവുക എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അത് ഇപ്പോഴും ഈ ഡിസംബർ മുതൽ ഇപ്പൊ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ നിന്ന് കുറച്ചു പേരും കൂടി ചേർന്ന് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകും. അങ്ങനെ ഒന്നുകിൽ കൈമാറിയിട്ട് അവർ തിരിച്ചു വരും. പക്ഷെ ആ ഒരു സഞ്ചാരം ഈ ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതുമൊക്കെ ശിവക്ഷേത്രവും ദേവീക്ഷേത്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കൃഷ്ണക്ഷേത്രത്തിൽ അത്ര ഇല്ലാതെ. അപ്പൊ ദേവിയും ശിവനും നല്ലപോലെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ദേവീക്ഷേത്രങ്ങളാണ്. ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വാസം. അതിൽ ഇന്ന് തന്നെ ഏകദേശം 50,000-ൽ പരം ക്ഷേത്രങ്ങൾ, ദേവീക്ഷേത്രങ്ങൾ ഇന്ന് നിലനിൽപ്പുണ്ട് കേരളത്തിൽ മാത്രം. നമസ്തേ. നമസ്തേ. അല്ല, ഈ നെയ്യമൃത് എന്ന് പറയുമ്പോ ഈ കൊട്ടിയൂര് പോകുമ്പോഴും നെയ്യമൃതിന്റെ അത് തന്നെ കൊട്ടിയൂരുണ്ട്. നമ്മുടെ മലബാർ ഭാഗത്ത് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ, ഞാൻ ബാക്കി എവിടെയും കണ്ടിട്ടില്ല. അതുപോലെ മലബാർ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഈ തടമ്പ് നൃത്തം എന്ന് പറയുന്ന ഭഗവാന്റെ വിഗ്രഹം തലയിൽ വെച്ചിട്ട് നൃത്തം ചെയ്യുന്ന ബ്രാഹ്മണന്മാരെ നമ്മൾ അവിടെയേ കാണുള്ളൂ. ഇപ്പൊ ഇന്നലെ ലക്ഷ്മി ആയിട്ടുള്ള ഡിസ്കഷനിലെ ആനയെ ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്ന സമയത്തും അങ്ങനെ ക്ഷേത്രങ്ങളിൽ നിന്നതാണ് ചെയ്യേണ്ടത് എന്നൊരു നിയമമൊന്നുമില്ല. അത് താൽക്കാലികമായിട്ട് ഉണ്ടാകുന്ന അനുഷ്ഠാനവും ആചാരവും 2 കാര്യങ്ങളുണ്ട്. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ ഞാൻ ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് അനുഷ്ഠാനമാണ്. എന്ത് ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് ആചാരം. ഞാൻ ചായ കൊടുക്കണോ, കാപ്പി കൊടുക്കണോ, വെള്ളം കൊടുക്കണോ, സംഭാരം കൊടുക്കണോ എന്നൊക്കെ അല്ല, ലിക്കറാണോ കൊടുക്കേണ്ടത് എന്നുള്ളത് ആ ഹോസ്റ്റിന്റെയും ഗസ്റ്റിന്റെയും സൗകര്യം അനുസരിച്ചിട്ടാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക എന്നുള്ളത്, ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ എവിടെ പോയാലും ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം തരും. കേരളത്തിൽ അങ്ങനെ പോയാൽ ഒരു പതിവില്ല. അവര് നിർബന്ധപൂർവ്വം പറയും ചായ കുടിച്ചിട്ടേ പോവാവൂ, എന്തോ പണിഷ്മെന്റ് പോലെയാണ്. നമുക്ക് എന്താ ഇഷ്ടം എന്നല്ല ചോദിക്കാം, ചായ കുടിക്കാണ്ട് വിടില്ല എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അതുപോലെ ഓരോ തരത്തിലും ആചാരങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പം സെൻട്രൽ കേരളയിലാണ് മിക്കവാറും ഈ ആനയുടെ ആചാരങ്ങളുള്ളൂ. അത് കേരളത്തിൽ ആകെ നോക്കിയാൽ 100-300 ക്ഷേത്രങ്ങളിലേ കാണുള്ളൂ, പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. അത് ഇപ്പൊ ഇല്ല. അതുപോലെ കേരളത്തില് നോർത്ത് മലബാറിലാണ് തടമ്പ് നൃത്തവും. അന്ന് പിന്നെ തൃച്ചംബരം ക്ഷേത്രത്തെ എന്താ നടക്കണതെന്ന് പ്രിയ എഴുതണ്ടായി. അത് നാഷണൽ ഹൈവേയിലാണ് നടക്കുന്നത്. ആ ഹൈവേ അന്ന് ബ്ലോക്ക് ചെയ്തിട്ട് സൈഡ് വഴി മാത്രമേ ബസ് പോവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആചാരങ്ങളാണ്. നാളെ മുതൽ അവിടെ വേണ്ട, വേറൊരു പറമ്പിൽ മതി എന്ന് പറഞ്ഞാൽ പറമ്പിൽ മതി, അത്ര തന്നെ. അപ്പൊ ആചാരങ്ങൾ എപ്പോഴും പുനർനിർവചിക്കപ്പെടാം. അത് ഇന്നതേ ചെയ്യാവൂ, ഇന്നത് ചെയ്തുകൂടാ എന്നൊരു നിയമമൊന്നുമില്ല. അതുപോലെ ആനകളെ എഴുന്നള്ളിക്കുന്ന അമ്പലങ്ങൾ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ തൃച്ചംബരം ക്ഷേത്രത്തിന്റെ മുന്നിലൂടെയുള്ള റോഡ് കുറെ ദൂരെയാണത്. അതിലൂടെ ആന പോകുമ്പോ ആനേനെ തല ചെച്ച് അത് അമ്പലത്തിന്റെ സൈഡേ നോക്കാതെ കൊണ്ടുപോകണമെന്നും ഉണ്ട്. നമ്മള് ഒരു സൈഡിൽ ആനേനെ നമ്മള് ഉത്സവത്തിന് യൂസ് ചെയ്യുന്നു. തൃച്ചംബരത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ കംസവധം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന കൃഷ്ണനാണ്. അപ്പോ അതുകൊണ്ട് ആനകൾ ആ അമ്പലത്തിലേക്ക് വരരുത് എന്ന് മാത്രമല്ല, മുന്നിലൂടെ റോഡിലൂടെ പോകുമ്പോഴും കൂടെ ശ്രദ്ധിച്ചിട്ട് കൊണ്ടുപോകണം എന്നാണ് അതിന്റെ. അതെ, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഐതിഹ്യങ്ങളും ഓരോ കഥകളും. എനിക്ക് തോന്നുന്നു ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള വിവിധ തരത്തിലുള്ള കഥകൾ യോജിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ വലിയ അതിശയമാണ്. നമ്മൾ ഓരോ നോർത്ത് ഇന്ത്യയിലും ഓരോ ക്ഷേത്രത്തിലും പോകുമ്പോഴത്തേക്കും കേൾക്കുന്ന കഥകളൊക്കെ വ്യത്യസ്തമായ കഥകളായിരിക്കും. അപ്പൊ അത് ആ ലോക്കലി മാത്രമുള്ള കഥയാണ്. അത് വിഷ്ണുവിന്റെ കഥയാണോ എന്ന് വെച്ചാൽ അല്ല, അത് തൃച്ചംബരത്ത് ആ ക്ഷേത്രത്തിന്റെ കഥയാണ്. അത് നമ്മുടെ പുരാണങ്ങളിലൊന്നും ചിലപ്പോൾ കണ്ടുവന്ന് വരില്ല. അപ്പൊ ഇങ്ങനെ കുറേ കഥകൾ പ്രാചാരത്തിലുള്ളതാണ്
നമ്മുടെ ഭാരതീയ സങ്കല്പം. അപ്പോ ഇതൊക്കെ ആചാരങ്ങളാണ്. അതിങ്ങനെ വേണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആ കാലഘട്ടത്തിൽ ക്ഷേത്രം തുടങ്ങിയ സമയത്ത് എന്തെങ്കിലുമൊക്കെ അനിഷ്ടങ്ങൾ സംഭവിച്ച സമയത്ത് ഇന്നു മുതൽ ഇങ്ങനെ മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. ഗുഡ് ഇൻഫർമേഷൻ. കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞങ്ങൾ പോയിരുന്നു തൃച്ചംബരത്ത്. ഓക്കെ. അപ്പൊ അന്ന് ഇങ്ങനെ രാവിലെ എഴുന്നേക്കുന്ന ഞാൻ ആദ്യമായിട്ട് കണ്ടത് അത് സ്ത്രീകൾ ഇങ്ങനെ അമ്പലത്തിലെ നമ്പൂരി സ്ത്രീകളാണെന്ന് പറഞ്ഞു. ഇങ്ങനെ 2 കൊട്ട നമ്മൾ ഇങ്ങനെ അറ്റത്ത് വെക്കുമല്ലോ, ഇങ്ങനെ വടീന്റെ മേലെ 2 കൊട്ട അതുമാതിരി വെച്ചിട്ട് ഉണ്ണിയപ്പം കൊണ്ടിരുന്നുണ്ടായിരുന്നു രാവിലെ. ഞാൻ ആദ്യമായിട്ട് കാണാത്. അതും ആ അമ്പലത്തിലെ പ്രത്യേകത ഇവിടുത്തെ. അത് നല്ല ടേസ്റ്റാ ഉണ്ണിയപ്പം. ഇപ്പൊ അതൊക്കെ പിന്നെ പായസം പോലെ വാങ്ങിക്കാനും കിട്ടും. മറ്റെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കുട്ടിയായിരിക്കുമ്പോ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ അവർ തരും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ, എസ്പെഷ്യലി ബോയ്സിനാ കൊടുക്കുക. കണ്ണനല്ലേ, കണ്ണന്റെ പ്രാധാന്യം കൊണ്ട് അതിങ്ങനെ ഒരു നൈവേദ്യം പോലെ ഇങ്ങനെ കൊടുക്കും. ഇപ്പൊ ഇങ്ങനെ പാക്കറ്റ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ എത്രയോ 10 rupees ആണെന്ന് തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. അതൊരു ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. പിന്നെ പൊതുവെ നമ്മുടെ ഈ ഏരിയയിൽ എങ്ങനെയാന്ന് വെച്ചാൽ 3 അമ്പലങ്ങൾ തൊഴുന്ന ഒരു പ്രത്യേകതയുണ്ട് പ്രഗ്നന്റ് ആവുമ്പോ. അതിലൊന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം തൃച്ചംബരം, പിന്നെ കാഞ്ഞിരങ്ങാട് ശിവക്ഷേത്രം, പിന്നെ രാജരാജേശ്വര ക്ഷേത്രം, അതും ശിവക്ഷേത്രം. അപ്പോ അതും അതായത് ബോയ്സ് വേണമെന്നുള്ള കണ്ണന്റെ ഇതുള്ളതുകൊണ്ട് ആ ഒരു സങ്കല്പത്തിലും അവിടെ ലേഡീസ് വന്ന് പ്രഗ്നൻസിയിൽ വന്ന് തൊഴും. 5 മാസം അങ്ങനെ ആ സമയത്ത് അതുകൊണ്ട്. അപ്പോ അതും ഇതൊക്കെ ആയിട്ട് റിലേറ്റ്. അപ്പൊ അത് ബ്രാഹ്മണ സ്ത്രീകളാണ് ചെയ്യുക. അവരത് ആ സമയത്ത് നമുക്ക് ആർക്കും അകത്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂല. അവരെ പൂജിച്ച് നിവേദ്യം കൊടുത്ത് അതിന് സമർപ്പിച്ച് തിരിച്ചു വന്ന് അവരിറങ്ങണം. അതിനുശേഷം മാത്രമേ നമുക്കൊക്കെ കാര്യം തൊഴാൻ അവർ അനുവദിക്കൂ. എപ്പോഴാ തൃച്ചംബരം ഉത്സവം നടക്കുന്നത് പ്രിയ? ഇപ്പൊ ചെറിയ ഉത്സവം നടക്കുക. ഇപ്പൊ ചെറിയ ഉത്സവം നടക്കുകയാണ്. ഇനി മാർച്ച് 6 മുതൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ആചാരമാണ്. കാരണം ബലരാമന്റെ ക്ഷേത്രവും ശ്രീകൃഷ്ണന്റെ ക്ഷേത്രവും അടുത്തടുത്ത ദേശങ്ങളിലാണ്. ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാഞ്ഞിരങ്ങാടിന് അടുത്താണ് ബലരാമന്റെ ക്ഷേത്രം. അവിടെ ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഷോർട്ടായിട്ട് നടന്നാൽ പോലും. അപ്പൊ അവിടെ നിന്ന് ബലരാമൻ വെക്കേഷന് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് കൃഷ്ണനെ കൊണ്ടുപോകുന്ന കഥ പോലെയാണ്. അപ്പൊ പിടിച്ച് നിർബന്ധപൂർവ്വം കൊണ്ടുപോകാൻ ശ്രമിക്കും. കൃഷ്ണനെ അവനവന്റെ ദേശത്ത് നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഭക്തജനങ്ങളൊക്കെ പോയിട്ട് കൃഷ്ണനെ തിരിച്ചു പിടിച്ചു വലിച്ചു കൊണ്ടുവരിക ചെയ്യും. അപ്പൊ അതെ, അത് പലതും കാണിച്ചിട്ട് വ്യാമോഹിപ്പിച്ചിട്ട് കൊണ്ടുപോകാനൊക്കെയാ ശ്രമിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. മാർച്ച് 6 പോയി കൂട്ടിയിട്ട് വരും. മാർച്ച് 6 ഇവിടെ കൃഷ്ണന്റെ ആൾക്കാരൊക്കെ കൂടി ചേട്ടന്റെ അവിടെ അമ്പലത്തിൽ ചെന്ന് രാത്രി 1 മണിയാകുമ്പോ 12 മണിയാകുമ്പോ ഇവിടുന്ന് ആൾക്കാർ പോവും. എന്നിട്ട് ഈ 4-6 കിലോമീറ്റർ ഒക്കെ ഉണ്ട്, അത് നടന്നിട്ടാ പോയി അവരെ. എന്നിട്ട് അവിടുന്ന് മഴൂരിന്ന് ബലഭദ്രസ്വാമികളെ രാമനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും. പിന്നെ 14 ദിവസം ഇവിടെ ഹൈവേയിലാണ് ഉത്സവം. അപ്പൊ അത് കഴിഞ്ഞ് 20th കൂടിപ്പിരിയൽ എന്ന് അതിന് പറയാ ചടങ്ങ്. ലക്ഷങ്ങൾ ഉണ്ടാവും, നിറയെ മണലിട്ടാലും കാണാത്ത വിധ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഡോക്ടർ ജി പറഞ്ഞ പോലെ പലതും കാണിച്ച് അങ്ങനെ കൂട്ടി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ പാല് വരും. അത് എന്നും ഒരു അറിയാനുണ്ട് അവിടെ നടത്തുന്ന പാല് കൊണ്ടുവന്ന് എഴുന്നള്ളിക്കുന്നതാ. അപ്പൊ അതേ പാല് അവിടെ തലയിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ പാത്രമൊക്കെ ഉണ്ട് അതിന്. അത് വെച്ച് വരുന്ന പാല് കാണുന്നതോടുകൂടെ കൃഷ്ണൻ ഒരൊറ്റ അമ്പലത്തിലേക്ക്. അങ്ങനെ അത് ഭയങ്കര ഇങ്ങനെ ഇമോഷണലി ഇതായിട്ടുള്ളത്. അതിന് തിരിഞ്ഞ് നോക്കും. ചേട്ടനും അഞ്ചേരി ഇങ്ങനെ തിരിഞ്ഞു നോക്കും. തടമ്പ് നിർത്താണ്. അപ്പൊ ഭയങ്കര തലയിൽ ഇങ്ങനെ തടമ്പ് വെച്ചിട്ട് അവര് തിരിഞ്ഞ് നോക്കും. ഒരാൾ അമ്പലത്തിലേക്കും പോവും, മറ്റേ തിരിച്ച് അവരുടെ അമ്പലത്തിലേക്കും തിരിച്ചു പോകും. അതിൽ ഏറ്റവും വലിയ ഒരു അത്ഭുതം, നമ്മള് സാധാരണഗതിയില് ഈ ബ്രാഹ്മണന്മാര് പൂജ ചെയ്ത് നല്ല ശാപ്പാടൊക്കെ കഴിച്ച് കൊടവേറൊക്കെ ആയിരിക്കുന്ന ആൾക്കാര് ഈ തടമ്പ് നൃത്തത്തിന്റെ സമയത്ത് 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ നിർത്താതെ നൃത്തം ചെയ്യുന്നുള്ളതാണ്. അത് ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണ്. സത്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ തിരുമേനിയുടെ കൂടെയൊക്കെ കുറെ കാലം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം, ഈ പൂജ നടത്തുന്ന സാങ്ക്ടം സാൻഡ്രോം ഗർഭഗുടി എന്ന് പറയുന്നത് ചെറിയൊരു മുറിയാണ്. ആ മുറിയില് നെയ്യുടെ അഭിഷേകങ്ങൾ നടത്തി നെയ്യ് മാത്രമുള്ളൊരു സ്ഥലമാണ്. അതിനകത്ത് നിറയെ വിളക്കുകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, വിളക്കിന്റെ കുറച്ചൊന്ന് തെന്നി താഴെ വീണിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു നമുക്കറിയാലോ.
അതിനകത്ത് വാതിൽ അടച്ചിട്ട് 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ പൂജ ചെയ്യുന്ന ബ്രാഹ്മണന്മാരുണ്ട്. അവര് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ശരീരത്തിന്റെ വേർത്ത് കുളിച്ച് ആ അവസ്ഥയിലാണ് വരിക. അതും രാവിലെ ഭക്ഷണം കഴിക്കാതെ 3 മണിക്കൊക്കെ കയറിയിട്ട് ഒരു 7 മണിക്കോ 8 മണിക്കൊക്കെയാണ് പുറത്തു വരുന്നത് പലപ്പോഴും. അപ്പൊ വലിയ മനക്കെട്ടിട്ടുള്ള പണിയാണ്. നമ്മുടെയൊക്കെ ധാരണ ഈ പൂജാരിമാർക്കൊക്കെ വളരെ എളുപ്പമെന്നാണ്. അങ്ങനെ അല്ല എന്ന് നമ്മൾ അതിനകത്ത് ജോലി ചെയ്യുന്നവരെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. നമുക്ക് പോസിബിൾ അല്ല. സാധാരണ മനുഷ്യന്മാർക്ക്, നമ്മളൊക്കെ ഗ്യാസ് സ്റ്റൗവിന്റെ ഒക്കെ അടുത്ത് പോകുമ്പോൾ തന്നെ ചൂടോടുകൂടി നിൽക്കുന്ന ആൾക്കാരാണ്. അതും അവരൊക്കെ ഉപയോഗിക്കുന്ന ചിലപ്പം സ്വർണത്തിന്റെ വളയും മോതിരൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ഗ്യാസിന്റെ അടുത്ത് പോകുന്ന സമയത്ത് എത്ര ചൂടുണ്ടാവും. അവരിടുന്ന മാലയൊക്കെ നല്ല സ്വർണത്തിന്റെ ഏറ്റവും കൂടുതൽ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നത് സ്വർണ്ണമാണ്. അപ്പൊ സ്വർണ്ണ മാല ഇട്ടിട്ട് എപ്പോഴെങ്കിലും അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ നിങ്ങൾ ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ അറിയാം അതിന്റെ ചൂട്. അപ്പൊ അതിനകത്തിരിക്കുന്ന സമയത്ത് എന്തൊക്കെ സഹിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇങ്ങനെ കുറെ കാണാം നമുക്ക്. അത് അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് വരുമ്പോ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് ഈ തെയ്യത്തിന്റെ ഒക്കെ, ഇപ്പം സുനിത ചോദിച്ചതുപോലെ തെയ്യത്തിന്റെ സമയത്ത് അവര് ചെയ്യുന്ന പല കർമ്മങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞാല് സാധാരണ മനുഷ്യനായിട്ടുള്ള ഒരു നമ്മുടെയൊക്കെ ചുറ്റും നടക്കുന്ന, നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് നടക്കുന്ന ആൾക്കാർ തെയ്യമായിട്ട് മാറുമ്പോഴത്തേക്കും ദേ ഗെറ്റ് എ ഹൈ സ്പിരിച്വൽ എനർജി. അവര് തീയിൽ ചാടുന്നതായിട്ട് കാണാം, അങ്ങനെ പലതും കാണുന്നു. അതൊരു സ്പിരിച്വൽ എനർജിയാണ്. അത് എക്സ്റ്റസി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഈ തെയ്യത്തിന്റെ തീച്ചാമുണ്ടി തെയ്യത്തിന്റെ ഇടയില് നമ്മുടെ കൈ പിടിച്ച് തീപ്പൊടിയൊക്കെ നടത്തിക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് നമുക്കും അത് ഫീൽ ചെയ്യുന്നില്ലല്ലോ ആ ചൂട്? അല്ല, ഏത് ശരീരത്തിലെ ടെമ്പറേച്ചർ ആയാലും തണുപ്പായാലും ചൂടായാലും നമ്മുടെ 7 ലെയേഴ്സ് കടന്ന് ഉള്ളിലേക്ക് അതിന്റെ ശരിക്കുള്ള എഫക്റ്റ് വരണമെങ്കിൽ കുറച്ച് സെക്കൻഡുകളെങ്കിലും വേണം. അത്രയും ഫാസ്റ്റ് ആയിട്ട് നടക്കുമ്പോൾ നമ്മൾ അറിഞ്ഞൊന്നും വരില്ല നമ്പർ. അതാണ് സാധാരണഗതിയുള്ളത്. പിന്നെ ഇതിനൊക്കെ ഒരു തരത്തിലുള്ള ഇൻസുലേഷൻ ആണ്. ചില മെഡിസിനൽ ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് കാലില് അത് നല്ലപോലെ തണുപ്പിച്ചിട്ടൊക്കെയാണ് അവർ ചിലപ്പോൾ ചാടുക. പിന്നെ ഇവർക്കൊക്കെ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂംസിൽ മിക്കവാറും ഇലയുടെ പട്ടകളാണ്, പച്ചപ്പട്ടകളാണ്. അല്ലാതെ പെട്ടെന്ന് തീ പിടിക്കുന്ന ചൂടുള്ള ഓലകളല്ല ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് തീ പിടിക്കാനുള്ള സാധ്യതകളും കുറച്ച് കുറവുണ്ട്. അതൊക്കെ അണക്കാൻ ഉപയോഗിക്കുന്നതും പച്ച തളിരിന്റെ ഓലകളാണ്. അപ്പൊ അത് പെട്ടെന്ന് തീ പിടിക്കില്ല. എന്ന് വെച്ചിട്ട് തെങ്ങ് കയറുന്ന ചില തെയ്യങ്ങളൊക്കെ തെങ്ങ് കയറിയിട്ട് തേങ്ങയൊക്കെ ഇടും. അങ്ങനെ താഴെ വീണ് മരിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട്, അപകടം പറ്റിയിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ശിവരാത്രിയെ കുറിച്ച് പറയാണ്ടിരിക്കാൻ കാരണം ഇന്നലെ അവിചാരിതമായിട്ടാണ് അതേ പോയിന്റ് ഓഫ് ഡിസ്കഷൻസ് വന്നതും റെക്കോർഡ് ചെയ്യപ്പെട്ടതും. വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ രാവിലെ നമ്മൾ എഴുന്നേറ്റ്, ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാവിലെ എഴുന്നേറ്റ ഉടനെ, മുമ്പ് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, ഇപ്പൊ കുറച്ചായിട്ട് ഇപ്പൊ എനിക്ക് അങ്ങനെ പറ്റാറില്ല. അപ്പം ഈ എഴുന്നേറ്റ ഉടനെ നമ്മള് ഇപ്പൊ അടുക്കളയില് പോകുമ്പോൾ തന്നെ കുളിച്ചിട്ടേ കയറാൻ പാടുള്ളൂ എന്ന് പറയും. അങ്ങനെ ഒരു ഇതെന്താണ്? ഈ ആചാരം എന്ന് പറയുന്നത്, ശരീരശുദ്ധി എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. പക്ഷെ എന്താണ് ശരീരശുദ്ധി, ഏതൊക്കെ തരത്തിൽ വേണം എന്നുള്ളതൊക്കെ നമ്മുടെയൊക്കെ ഇഷ്ടം പോലെയാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ കൈലാസത്തിലേക്ക് പോകുമ്പോ 7 ദിവസം 10 ദിവസമൊക്കെ പോവാന്ന് വെച്ചാൽ 10 ദിവസം കുളിക്കാണ്ടിരിക്കും. കാരണം ആ ടെമ്പറേച്ചറിൽ ആർക്കും കുളിക്കാൻ പറ്റൊന്നുമില്ല. ഇപ്പൊ കേദാർനാഥിലും ബദരീനാഥിലും പൂജാരി എല്ലാ ദിവസവും കുളിക്കും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ടെമ്പറേച്ചറിൽ ആർക്കാ കുളിക്കാൻ പറ്റുക? ആർക്കും കുളിക്കാൻ പറ്റില്ല. ബദരീനാഥിലെ റാവൽജി പറയുന്നത് ഇങ്ങനെ കുളിക്കണം. അപ്പൊ പക്ഷെ എന്തോ അവിടുത്തെ ഈ വെള്ളത്തിന് തന്നെ എന്തോ ഒരു തുണിയൊക്കെ ഇങ്ങനെ ഉരുകിപ്പോവും, അത്രയും ഇതാണ് ആ വെള്ളം. അല്ല, അതാ പറയുന്നത്, നമ്മള് കുളിക്കുക എന്നുള്ളത്, ശരീരശുദ്ധി എന്നുള്ളത് നമ്മുടെ ഒരു തോന്നലാണ്. കുറച്ച് വെള്ളം എടുത്തിട്ട് തലയിൽ ഒഴിച്ചാലും നമ്മൾ പിന്നെ കുളിക്കുന്നതിന് തുല്യമായി. ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. ശരീരത്തിന് പറ്റുമെങ്കിൽ കുളിക്കുന്നത് നല്ലതാണ് എന്ന് വെച്ചിട്ട് വയ്യാത്തൊരാള് അല്ലെങ്കിൽ അതിന് സാധിക്കാത്ത ഒരാൾ അത് ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല. ഇപ്പൊ കേരളത്തിലുള്ള പൂജാരിയുടെ ഡ്രസ്സും ആന്ധ്രയിലുള്ള ഡ്രസ്സും വ്യത്യാസമില്ലേ? അതേസമയത്ത് ഇവിടെ തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ 6 കിലോമീറ്റർ പോയ അവിടെ മിലിറ്ററി ടെമ്പിൾ ഉണ്ട്. ആ മിലിറ്ററി ഡ്രസ്സിലാണ് പൂജാരിമാര്. അവിടെ പൂജ ചെയ്യുന്നത് മിലിറ്ററിക്കാരാണ്.
അത് ഇന്ന ജാതി എന്നൊന്നുമില്ല. അവരാണ് അവിടെ വിളക്ക് തെളിയിക്കുന്നതും അവിടെ നാമം ചൊല്ലുന്നതും പിന്നെ മാല ഉണ്ടാക്കിയിട്ടിടുന്നതും ഭഗവാനൊക്കെ ഇടുന്നതും തൊപ്പി അഴിച്ചു വെക്കും, ഷൂ അഴിച്ചു വെക്കുന്നു മാത്രമേ ഉള്ളൂ. ബാക്കി ഡ്രസ്സ് യൂണിഫോം തന്നെയാണ്. ഇവിടെ ധർമ്മ സ്ഥലം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അത് മിലിറ്ററി ഏരിയയുടെ ഉള്ളിലാണ്. ഏത് വിശ്വാസികൾക്കും പോകാൻ പറ്റുന്ന ഒരു ക്ഷേത്രത്തിന്റെ സങ്കല്പമാണ് അവിടെ. ഇവിടുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, മിലിറ്ററി ക്ഷേത്രം, അത് മിലിറ്ററി ശ്രീകൃഷ്ണൻ തന്നെയാണ് പേരും. അതിന് തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഗുരുദ്വാരയുള്ളത്, അതിന് തൊട്ടിപ്പുറത്ത് ജെയിൻ ടെമ്പിൾ ഉണ്ട്. ഇതൊക്കെ മിലിറ്ററിയുടെ ഏരിയയില്, കാരണം ഏറ്റവും വലിയ കണ്ടോൺമെന്റിനകത്താണ് ഞാൻ താമസിക്കുന്നത്. ഹൈദരാബാദ് കണ്ടോൺമെന്റ് ആണ് ഏറ്റവും വലിയ കണ്ടോൺമെന്റ്. അപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിൽ കുട്ടികളെ സ്ഥിരമായിട്ട് കളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സ്ഥലമാണ്. നല്ല പാർക്കാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സങ്കല്പമാണ്. എന്ന് വെച്ചിട്ട് അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പറ്റുമോ? പറ്റില്ല. അതേ ഗുരുവായൂർ ക്ഷേത്രമാണ് ഡൽഹിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം. ആ ഡൽഹിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഷോർട്ട്സ് ഇട്ടിട്ടും ഒക്കെ ആൾക്കാർക്ക് പോവാലോ. അവിടുത്തെ പിന്നെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഗേൾസിനോട് ഈ ഡ്രസ്സിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നാളെ മുതൽ ആരും ഉണ്ടാവില്ല ക്ഷേത്രത്തിൽ. കാരണം വൈകുന്നേരം എല്ലാ അമ്മമാർക്കും വന്നിരുന്ന് ടൈം പാസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സ്ഥലമാണ് അവിടെ. എന്റെ ഏറ്റവും നല്ല സത്സംഗം നടന്നിട്ടുള്ള സ്ഥലം ഉത്തര ഗുരുവായൂരപ്പൻ ടെമ്പിളാണ്. അവിടെ കുറേ പിള്ളേർ വരും, കുറേ വർത്തമാനം ഉണ്ടാവും, കുറേ സത്സംഗങ്ങൾ ഉണ്ടാവും, കുറേ പ്രോഗ്രാംസ് ഉണ്ടാവും. അവിടെ ആർക്കും ഏത് വേഷത്തിലും പോവാം, ഒരു നിർബന്ധമില്ല. അപ്പൊ ഇതൊക്കെ അതല്ലേ ഞാൻ പറഞ്ഞു, ആചാരങ്ങളാണ്. അതുകൊണ്ട് ഇന്നതേ ചെയ്യാവൂ, കുളിച്ചിട്ടേ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞാൽ ആരും പോകുന്നുണ്ടാവില്ല. കാരണം ഡൽഹിയിലൊക്കെ നല്ല തണുപ്പ് കാലത്ത് -4 ഡിഗ്രി ഒക്കെ ഉള്ള സമയത്ത് ആരെങ്കിലും കുളിച്ചിട്ട് ക്ഷേത്രത്തിൽ വരും രാവിലെ? ആർക്കും വരാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ ഓരോ ആചാരങ്ങള്. ഇന്ന വേഷം വേണം, ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്, നമ്മൾ തൊടാൻ പാടില്ല എന്ന് കേരളത്തിൽ പറയുന്നു. നമ്മൾ പല സ്ഥലത്തും ആന്ധ്രയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ തലയിൽ തൊപ്പി വെച്ച് വരുമല്ലോ അവര്. ഇതൊക്കെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. മാഷേ, പിന്നെ നമ്മൾ ശിവന് കൂവളമാല അർച്ചന ഉണ്ടാവില്ലേ ജലത, എന്തുകൊണ്ടായി കൂവളമാല എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്? അതും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കൂവളത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇല താഴ്ത്തിട്ടിട്ട് മോക്ഷം കിട്ടി എന്നുള്ള കഥകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതില്ലാത്ത നാട്ടിൽ ശിവനില്ല എന്ന് പറയാൻ പറ്റുമോ? തുളസി ഇല്ലാത്ത നാടില്ലേ ലോകത്ത്? ഇഷ്ടം പോലെ ഉണ്ട്. നോർത്ത് ഇന്ത്യ പോയ കേരളത്തിൽ വളരുന്ന പോലെ തുളസി വളരുമോ? ചെമ്പരത്തി കേരളത്തിലുള്ള പോലെ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ ആചാരം. എന്താണ് ഭഗവാൻ ഇഷ്ടം എന്ന് ചോദിച്ചാല് ഇന്നതാണ് എന്ന് പറയാൻ പറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല, എന്ത് ലാഘവത്തിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്, ഏത് തോന്നലിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം മുത്തപ്പന്റെ വിഷ്ണു അവതാരമാണ് മുത്തപ്പൻ എന്ന് പറയാറുണ്ട്. അവിടെ മുത്തപ്പന് കള്ളു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ മുതൽ കള്ളു കൊടുക്കാൻ പറ്റും? അതും വിഷ്ണുവാണ്, ഇതും വിഷ്ണുവാണ്, രണ്ടും വിഷ്ണു തന്നെയല്ലേ അല്ലേ? അപ്പൊ ചില സ്ഥലത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ കണ്ണൂര് ചിക്കൻ വഴിപാടായിട്ടുള്ള സ്ഥലമില്ലേ? അതേ സമയത്ത് നമ്മൾ വെസ്റ്റ് ബംഗാളിൽ പോയി കഴിഞ്ഞാൽ മീനാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഇപ്പുറത്തെ ഭാഗത്ത് ഗുജറാത്ത് പോയി കഴിഞ്ഞാൽ ജിലേബിയാണ്. നമ്മൾ ആന്ധ്രാപ്രദേശിൽ പോയി കഴിഞ്ഞാൽ ലഡുവാണ്. നമ്മള് പിന്നെ ആലപ്പുഴയിൽ പോയി കഴിഞ്ഞാൽ പാൽപ്പായസാണ്. പക്ഷെ കണ്ണൂർ ഭാഗത്ത് കടുംപായസാണ്, ശർക്കര പായസാണ്. അപ്പൊ നമ്മൾക്ക് എന്താണോ ഇഷ്ടം അതാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന്. ഇന്നതാണ് എന്നൊരു നിർബന്ധം പറയാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ളതാണ്, ഭഗവാൻ ഇഷ്ടമുള്ളതാണ് നമ്മുടെ ധാരണ. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കും, നമ്മുടെ ഭക്ഷണം അപ്പൊ നമ്മൾ നോൺ വെജ്, ഈ മനുഷ്യന്റെ സൃഷ്ടി, ഈ പല്ലിന് പ്രത്യേകതയുണ്ട്. നമുക്ക് സാധാരണ പശുക്കൾക്ക് ഉള്ള പല്ല് പോലെ അല്ലല്ലോ നമ്മുടെ പല്ല്, കോമ്പൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ നമ്മളെ സൃഷ്ടിക്കുമ്പോഴേ ഉണ്ടായിരുന്നു ഈ നോൺ വെജ് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾക്ക് ഇങ്ങനെ ഒരു തന്നിരിക്കുന്നത്? അല്ല, ഓരോ കാലത്ത് അതും അതുപോലെ തന്നെയാണ്. ഇപ്പൊ ഞാൻ കൈലാസത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ സാധാരണ കുറെ ദൂരയാത്ര പോകുമ്പോൾ ഭക്ഷണമൊന്നും കിട്ടില്ല എന്നൊക്കെ തോന്നുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ് കൊണ്ടുപോകുക. ഞാനും തിരുമേനിയും കൂടിയാ പോയത്. അതുപോലെ എപ്പോഴും എന്റെ കയ്യിൽ ഒരു പേന ഉണ്ടാവും, നല്ല കുറെ പേനകൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പേനകളൊക്കെ കുത്തിയിട്ട് കഥ എഴുതുക, അല്ലെങ്കിൽ ഓരോ അനുഭവങ്ങൾ എഴുതുക, അതൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ലോക്കൽ ആൾക്കാര് അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ പണ്ട് ഭഗവാന്മാരുണ്ടായിരുന്ന സ്ഥലം എന്നാണ് വിശ്വാസം. നമ്മള് ശിവന്റെ നാട്ടിലേക്കാണ് പോകുന്നത്. കൈലാസം എന്ന് പറയുന്ന ശിവന്റെ നാടാണല്ലോ. അവിടത്തേക്ക് പോകുന്ന സമയത്ത് ആ നാട്ടിലെ തൊട്ടടുത്ത് ഇപ്പൊ താമസിക്കുന്ന
സാധാരണ ആൾക്കാര് അവർക്ക് ഡ്രസ്സില്ല, നമ്മളെപ്പോലെ തുണിയില്ല. അവരുപയോഗിക്കുന്ന യാക്ക് എന്ന മൃഗത്തിന്റെ തൊലിയാണ് അവർ ഉടുക്കുന്നത്. ആലോചിച്ചൊക്കെ, ഒരു മൃഗത്തിന്റെ തൊലി ഉടുക്കുന്ന ജനങ്ങൾ, അവർ കഴിക്കുന്നത് ഭക്ഷണം എന്ന് പറഞ്ഞത് അവർക്കുള്ള യാക്കിന്റെ പാലാണ് അവർ കുടിക്കുക. ഒരു ഫലങ്ങളും കിട്ടാത്തൊരു സ്ഥലമാണ്. അവരെന്താ കഴിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ കിട്ടുന്നത് അവർ കഴിക്കുക. ആ പേന കാണുന്ന സമയത്ത് ആ പേന അവർക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അത് വേണം എന്നാ പറയണത് നമ്മുടെ ഭാഷയിലെ. കാരണം മിക്കവാറും തണുപ്പായതുകൊണ്ട് ഗ്ലാസ് ഒക്കെ അടച്ചിട്ട് വണ്ടിയുടെ ഉള്ളില നമ്മൾ ഉണ്ടാവും. ആ പേന ഇങ്ങനെ കാണിച്ചിട്ട് വേണം വേണം എന്ന് പറയുമ്പോൾ എന്റെ പണ്ടുണ്ടായിരുന്ന റിനോൾസിന്റെ പേനയാണ് ഉണ്ടായിരുന്നത്, അത് കൊടുത്തു. അത് നേരെ കൊണ്ടുപോയിട്ട് കല്ലിന്റെ മുകളിൽ വെച്ച് ഒരു കല്ലെടുത്തിട്ട് അടച്ച് പൊട്ടിച്ചിട്ട് ആ മഷി എടുത്തിട്ട് നെയിൽ പോളിഷ് ഇടുക ചെയ്തവർ പെൺകുട്ടികൾ. കാരണം പേന എഴുതാനുള്ള സാധനം അവർക്ക് അറിയില്ല. ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്ത സമയത്ത് അത് നോക്കിയിട്ട് നേരെ എറിയുക ചെയ്തവർ. കാരണം ജീവിതത്തിൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചിട്ടില്ല. നമ്മൾ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് അവർക്ക് കൊള്ളാത്തൊരു സാധനമായിരിക്കും. അപ്പൊ ഇതൊക്കെ ദേശങ്ങൾ അനുസരിച്ചിട്ട് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള ഓരോ സ്വഭാവം. ഇപ്പം ചൈനീസില് പിന്നെ ഭഗവാന്മാർക്ക് അവിടെയും ഭഗവാൻ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഓരോ രാജ്യത്തും അവരവരുടെ ഭഗവാൻ ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു കാലത്ത് അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൂജകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ആ സമയത്ത് അവരുപയോഗിക്കുന്ന അവരുടെ ശാസ്ത്രം, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ശാസ്ത്രം, അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇതൊക്കെ ആചാരങ്ങളാണ്, ഇന്നതാണ് ഭഗവാന് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെയൊക്കെ പൂജ നടന്നു കഴിഞ്ഞാൽ മഞ്ഞ ചോറാണ് കൊടുക്കുക, ടാമരൻഡ് റൈസ്, യെല്ലോ റൈസ്, അത്തരം പിന്നെ അത് അവര് കൈകൊണ്ട് തന്നെയാണ് വിളമ്പുക. നമ്മൾ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്നേഹമുള്ള അമ്മമാര് ഭക്ഷണം നമുക്ക് വിളമ്പി തരുമ്പോൾ അവരുടെ കൈ കൊണ്ട് വിളമ്പണം എന്ന്. നമ്മുടെ നാട്ടിൽ കൈ കൊണ്ട് വിളമ്പിയാൽ നമ്മൾ ബഹുമാനം തോന്നും. അവിടെ അതാണ് അവർക്ക് നമ്മൾക്ക് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമെങ്കിൽ, കൈകൊണ്ട് അമ്മക്ക് കുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, കൈകൊണ്ട് ഒരു ദോശ എടുത്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അത് അവരുടെ ആചാരമാണ്. അത് ഓരോ സ്ഥലത്തും വ്യത്യാസമാണ്. ഡോക്ടർ ജി, ഒരു ഡൗട്ട് ഉണ്ട്. ഈ മതങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ ധാർമ്മികമായി നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റംസ് ആണെന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ? അഭിമതം, മതം എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. മതം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്റെ ഇഷ്ടം എന്നാണ്. അഭിമതം എന്താണെന്ന് ചോദിക്കാറില്ലേ നമ്മൾ? എന്താണ് നിങ്ങളുടെ ഇഷ്ടം എന്നാണ് അർത്ഥം. അപ്പൊ മതം എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടം എന്നാണ് അർത്ഥം. അത് നമ്മൾ പലതരത്തില്, ഇന്നലെ എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു ഡിസ്കഷനിൽ വന്നിട്ടുണ്ട്, വർണ്ണമാണോ ജാതിയാണോ മതമാണോ, ഇതൊക്കെ വ്യത്യസ്ത. അതിന്റെ ഇംഗ്ലീഷ് വാക്ക് റിലീജിയൻ എന്നാണ്. റിലീജിയൻ എന്ന് പറഞ്ഞ അർത്ഥം കൂട്ടിച്ചേർക്കാന്ന അർത്ഥം. ഒരേ തരത്തിൽ ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ കൂടെ കൊണ്ടുപോകാന്നുള്ളതാണ്. അതൊരു കാലത്ത് ഭൂമിയെ മാത്രം ഇഷ്ടപ്പെട്ടിരുന്നവരും വായുവിനെ മാത്രം ഇഷ്ടപ്പെട്ടിരുന്നവരും സൂര്യനെ മാത്രം ഇഷ്ടപ്പെട്ടിരുന്നവരും ഓരോ തരത്തിലുള്ള ഓരോ മതക്കാരായി മാറി. നമ്മളൊക്കെ സൂര്യവംശജരാണ് എന്നാണ് പറയാ. കാരണം കൃഷ്ണനും രാമനും ഒക്കെ സൂര്യനെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏറ്റവും കൊടും ചൂടോടുകൂടിയിരിക്കുന്ന, സൂര്യൻ താപം കൊണ്ട് ജ്വലിപ്പിക്കുന്ന ഗൾഫിലുള്ള ആൾക്കാരോട് സൂര്യനെ നിങ്ങൾ പൂജിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് പൂജിക്കാൻ പറ്റുമോ? അവർക്ക് സൂര്യനെ അല്ല ഇഷ്ടം, ചന്ദ്രനെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ചന്ദ്രനെ പൂജിക്കുന്നവരായിട്ട് മാറി. അവരുടെ മതം എന്ന് പറയുന്നത് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായി. അതുകൊണ്ടാണ് ഗൾഫ് നാടുകളില് ചന്ദ്രനെ മാത്രം നോക്കിയിട്ടും ചന്ദ്രനുള്ള സമയത്ത് ഭക്ഷണം കഴിക്കണം എന്നും ഒക്കെ പറയാം. നമ്മൾ പറയാ ചന്ദ്രനുള്ള സമയത്ത് കഴിക്കരുത്, സൂര്യനുള്ള സമയത്തേ കഴിക്കാവൂ, ഇരുട്ടായി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കരുതെന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പകല് പറ്റുന്നതും നല്ല ചൂടുള്ള കാലത്ത് വീട്ടിനകത്തിരിക്കണം. എന്നിട്ട് ആ എല്ലാ ഈ ഈദ് ഫെസ്റ്റിവൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, റംസാൻ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ചൂടുള്ള സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ആചാരമാണ്. അപ്പോ ഇതൊക്കെ ജിയോഗ്രഫിക്കലാണ്. നമ്മുടെ മിക്കവാറും ആചാരങ്ങൾ, അത് ദീപാവലി ആയാലും, ഇപ്പൊ ദീപാവലി എന്ന് പറയുന്നത് എപ്പോഴും തണുപ്പുള്ള സമയത്ത്, ഏറ്റവും തണുപ്പ് വരുന്ന സമയത്ത് കുറേ സ്വീറ്റ് കഴിക്കലാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ട് ആവശ്യം. നല്ലപോലെ സ്വീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം തണുപ്പ് രാജ്യങ്ങളിലൊക്കെ അവര് നല്ലപോലെ സ്വീറ്റ് കഴിക്കും. അപ്പൊ ദീപാവലി സമയത്ത് ഓരോരാളും ഓരോ കിലോ സ്വീറ്റ് കഴിക്കണം എന്ന് പറഞ്ഞാൽ ആരും കഴിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ദീപാവലിക്ക് സ്വീറ്റ് മേടിച്ചിട്ട് അടുത്ത വീട്ടുകാർക്ക് ഗിഫ്റ്റ് കൊടുക്കും. അപ്പൊ സാധാരണഗതിയിൽ ഡൽഹിയിൽ ഏത് വീട്ടിലെ ഫ്രിഡ്ജ് നോക്കിയാലും 5-10 കിലോ സ്വീറ്റ് ഉണ്ടാവും.
അവരെന്ത് ചെയ്യണം? കളയാൻ പറ്റുമോ? ഇതങ്ങോട്ട് തിന്നും. അപ്പൊ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഗിഫ്റ്റുകളും മതങ്ങളും ഒക്കെ അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കിപ്പോ വിഷു എന്ന് പറയുന്നത് എപ്പോഴാണോ വിത്തിടേണ്ടത് ആ സമയത്താണ് വിഷു. അതുകൊണ്ടാണ് വിത്തും കൈക്കോട്ടും എന്ന് പറഞ്ഞ് തുടങ്ങുക. വിഷുവിന്റെ പാട്ടുകളൊക്കെ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ അത് നമുക്ക് ഹാർവെസ്റ്റ് വരുന്നത് ആ സമയത്താണ് ഓണം. ആ ഹാർവെസ്റ്റ് സമയത്തല്ല നോർത്ത് ഇന്ത്യയിൽ ഹാർവെസ്റ്റ്. നമുക്ക് സെപ്റ്റംബറിലാണ് ഹാർവെസ്റ്റ് എങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ജനുവരിയിലാണ് ഹാർവെസ്റ്റ്. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ ലോഹ്രി എന്ന് പറയുന്ന ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് പഞ്ചാബില് ഹാർവെസ്റ്റ് സമയത്താണ്. അപ്പൊ ഞാൻ അടുത്ത കാലത്ത് ഹാർവെസ്റ്റ് സമയത്ത് ലോഹ്രി ആഘോഷിച്ചിട്ടുള്ള ലോഹ്രി ഡോക്ടർ TPS നടിച്ചാൽ കാണാം. അവിടെ പഞ്ചാബികളുടെ കൂടെ ഡാൻസ് കളിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഏത് സ്ഥലത്താണോ ആ സ്ഥലത്തുള്ള ആചാരങ്ങള്, ആ സ്ഥലത്തുള്ള മതം, അവരുടെ ഇഷ്ടം, അവരുടെ പിന്നെ ഒരു തരത്തിലുള്ള ആഘോഷം വരുമ്പോ അതൊരു മതമായി മാറി. വേറെ തരത്തിലുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ അവർ വേറൊരു മതമായിട്ട് മാറും. അപ്പൊ അങ്ങനെയാണ് മതം എന്നുള്ള വാക്ക് വന്നതും. അതുകൊണ്ടാണ് സ്വഭാവ പ്രഭവൈർ ഗുണൈ എന്ന് ഭഗവാൻ പറഞ്ഞത്. സ്വഭാവം അനുസരിച്ചിട്ടാണ്. എന്താ സ്വഭാവം? എന്റെ ഭാവം എന്ന് പറയുന്നത് എന്റെ ചുറ്റുമുള്ള സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറും. അതുകൊണ്ട് കൃത്യമായിട്ട് ഇന്നതേ ചെയ്യാവൂ, ഇന്നത് ചെയ്യരുത്, ഇതാണ് വേണ്ടത്, ഇത് വേണ്ട എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. ആർക്കും എവിടെയും തോന്നുന്ന കാലത്ത് എന്താണോ അവരവരുടെ സിറ്റുവേഷൻ അതിനനുസരിച്ചിട്ട് മാറ്റണം എന്നാണ്. അതാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ വിഷു അല്ലല്ലോ ഉഗാദി. കുറച്ച് വ്യത്യാസം നമുക്ക് കാണാം. ഒരു 10-15 ദിവസം മുതൽ 40 ദിവസം വരെയുള്ള വ്യത്യാസം ഉണ്ടാവും. അത് ഒരു കാലത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കലണ്ടർ തമ്മിൽ ഉണ്ടായിരുന്ന മാറ്റം കൊണ്ട് വന്നതാണ്. അപ്പൊ തമിഴിലും ഏത് കലണ്ടറാണ് ഉപയോഗിക്കുന്നത്? സൂര്യത്തിന്റെ കലണ്ടർ ആണെങ്കിൽ ഒന്ന്, അത് ചന്ദ്രന്റെ കലണ്ടർ ആണെങ്കിൽ വേറെ. ഓരോ തരത്തിലും ഉഗാദിയില് അവര് സ്വീറ്റും കയപ്പുള്ള സാധനവും മധുരമുള്ള സാധനവും ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കണം എന്നാണ്. ഉഗാദി പച്ചടി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിപ്പിക്കും. നമ്മളെ കേരളത്തിൽ ആരെങ്കിലും അങ്ങനെ കഴിക്കും? കഴിക്കില്ല. കേരളത്തിൽ അതേ സമയത്ത് നല്ല ദാരിദ്ര്യം വരുന്ന മകരമാസത്തിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന മാസത്തിൽ നല്ല മഴയുള്ള സമയമാണ്, വേറൊരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല, പഴയ ഭക്ഷണങ്ങളൊക്കെ തീരാറായി, അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആയുർവേദ കഞ്ഞിയായിട്ട് കൊടുത്തിരുന്നത് പണ്ട്. അപ്പൊ ഓരോരോ സ്ഥലത്തും ആചാരങ്ങൾ വ്യത്യാസമുണ്ട്. ഏത് ആചാരമാണോ നമുക്ക് ചുറ്റുമുള്ളത് അതാണ് നമ്മുടെ മതം. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് കുറെ പുതിയ പുതിയ മതക്കാർ വന്നു. അല്ലെങ്കിൽ ശിവന്റെ തല മാത്രം വെച്ചിട്ട് ആരെങ്കിലും ഭഗവാനെ സൃഷ്ടിക്കുമോ? അതിന്റെ അഡ്വർടൈസ്മെന്റ് TV-യിൽ സ്ഥിരമായിട്ട് വരുമോ? എന്നിട്ട് നൃത്തം ചെയ്യലും പാട്ട് ചെയ്യലും പാട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കലും ആണോ ആചാരം? അത് ഭാരതീയ ആചാരമല്ല, ഭജന മാത്രമേ ഉള്ളൂ. ക്ഷേത്രങ്ങളിൽ സംഗീത ശില്പങ്ങളും പാട്ടുകാരെ കൊണ്ടുവന്ന് പാട്ട് പാടിപ്പിക്കുന്നതൊന്നും ഭാരതീയ ആചാരമല്ല. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ അത് മാത്രമായിട്ട് മാറും. കാരണം അതൊരു കൾട്ടായിട്ട് മാറും. അത് വേറൊരു മതമായിട്ട് മാറും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെയാണ് ദുർഗാപൂജ ഉണ്ടായിട്ടുള്ളതും. അത് വേറെ എവിടുത്തില്ല, ബംഗാളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാളി പൂജ നടക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ സ്ഥലത്ത് ശിവപൂജ മാത്രമേ ഉള്ളൂ. എന്തിനാ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ഓരോ സമയത്തും ഓരോ കാലത്താണ്. അടുത്ത കാലത്ത് ബംഗാളിൽ പോയപ്പോഴാന്ന് തോന്നുന്നു, ബംഗാളിൽ പോയപ്പോഴാണ് ഞാൻ കണ്ടത്, കൃഷിക്കാരുടെ മാത്രമായിട്ടുള്ള ഒരു ആചാരമുണ്ട്. അവര് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭഗവാൻ ആയിട്ട് കൽപ്പിക്കുന്നത് അവരുടെ നദിയിലാണ് പോയിട്ട് അവർ പൂജ ചെയ്യുക. അവിടെ ആൾക്കാർ നിലത്തുകൂടെ ഇങ്ങനെ എഴഞ്ഞഴഞ്ഞു പോയിട്ട് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ, നേരെ നിൽക്കാനും കൂടി പാടില്ല. അത് വൈകുന്നേരങ്ങളിലാണ് ചെയ്യുക. നമുക്ക് കാണുമ്പം വല്ലാണ്ട് വിഷമം തോന്നും. അതുപോലെ ആസാമില് മഴ കിട്ടാൻ വേണ്ടിയിട്ട് 2 തവളകളെ വിവാഹം കഴിപ്പിച്ചാൽ മഴ കിട്ടുമെന്നാണ് വിശ്വാസം. ആൺതവളയും പെൺതവളയെയും വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് വലിയ ആഘോഷമായിട്ട് വലിയ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഉത്സവങ്ങൾ പോലെ നടത്തുന്നുണ്ട്. അതിന് തൊട്ടടുത്ത സ്ഥലമാണ് ഒറീസ. അവരുടെ വിശ്വാസം തവളകൾ തല്ലിക്കൊന്നാലാണ് മഴ കിട്ടുക. ഇതൊന്നും ഹിന്ദുവിന്റെ ആചാരങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ എന്ത് പറ്റും? കുറച്ചു കാലം കഴിയുമ്പോൾ അവരൊക്കെ വേറൊരു മതമായിട്ട് ചിലപ്പോൾ മാറിയെന്ന് വരും. അതുകൊണ്ടാണല്ലോ വ്യത്യസ്തമായിട്ടുള്ള ചെറിയ ചെറിയ സബ് കാസ്റ്റുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് മാത്രം ആഘോഷിക്കുന്ന ഒരു തരത്തിലുള്ള കാസ്റ്റ്, മറ്റ് സബ് കാസ്റ്റുകൾ. അപ്പൊ മതം എന്നുള്ളതിൽ നിന്ന് പിന്നെയും ചെറിയ 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 രൂപങ്ങളായിട്ട് മാറും. അങ്ങനെയാണ് ചിലപ്പോൾ ആചാരങ്ങൾ അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഭഗവാനും ഭഗവതിയും അവരുടെ രൂപങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഭാഷ മാത്രമല്ല
ആചാരങ്ങളാണ് അവരെ മതങ്ങളായിട്ട് മാറ്റുന്നത്. അവരുടെ ഇഷ്ടങ്ങളാണ് അവരുടെ മതം. അതേപോലെ ക്ഷേത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം പറഞ്ഞു. അത് ക്ഷയിക്കാത്തത് എന്നുള്ളതിന്റെ ഏതാണോ ക്ഷയിക്കാത്തത് ഒന്ന്, പിന്നെ ഏതാണോ ത്രാണം ചെയ്യിപ്പിക്കുന്നത്, ത്രാണം ചെയ്യിപ്പി മോക്ഷം കൊടുക്കുന്നത്, ക്ഷയിക്കാതെ മോക്ഷം കൊടുക്കുന്ന ഒരു സ്ഥലം, അതാണ് ക്ഷേത്രം. അത് നമ്മുടെ ശരീരം തന്നെയാണ്. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് എന്റെ ശരീരമാണ് എന്റെ ക്ഷേത്രം. അതേ സങ്കല്പത്തിലാണ് ഒരു ക്ഷേത്രത്തിന്റെ ഒരു രൂപകൽപ്പനയും. ആ കാല് മുതല് പിന്നെ സഹസ്രാര ചക്രം വരെയുള്ള, സഹസ്രാര ചക്രം എന്ന് പറയുന്ന നമ്മുടെ മൂർധാവ് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണോ ഗർഭഗുടി അവിടെയും ആദ്യമുള്ള പടി എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് ചക്ര കാലുമാണ്. അപ്പൊ കാല് മുതൽ ശരീരത്തിന്റെ ഭാഗത്തുകൂടി കടന്നിട്ട് നമ്മുടെ അതാണ് മോക്ഷം. നമ്മൾ ഇന്ന് ആ ശിവന്റെ കഥ പറയുന്ന സമയത്ത് പടിയാറും കടന്നവിടെ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നമശിവായ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന നമ ശിവായ എന്നാണ് ഓരോ പാരഗ്രാഫും അതിനകത്ത്. അപ്പൊ നരനായി ഇങ്ങനെ ശിവശിവ എന്ന് കഴിഞ്ഞ് അവസാനം പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ആ പടി കടക്കുന്നത് ആറാമത്തെ ആണ് നമ്മുടെ സഹസ്രാര ചക്രം എന്ന് പറയുന്നത്. ആദ്യത്തെ ക്ഷേത്രത്തിലേക്ക് കയറുന്ന ഗേറ്റ് ആണ് നമ്മുടെ പിന്നെ കാല് എന്ന് പറയുന്നത്, റൂട്ട് ചക്ര കാല് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ഷേത്രം എന്ന് പറയുന്നത് ശരീരത്തിന്റെ സങ്കല്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആഗമശാസ്ത്രത്തിന്റെ കാര്യങ്ങൾ ഞാൻ 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ട് പണ്ട്. എന്ത് ആഗമശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വാസ്തു എന്ന് പറയുന്നത് വീടുണ്ടാക്കാനുള്ളതാണ്. പക്ഷെ വീടുണ്ടാക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീടുകളാണ് ഉണ്ടാക്കുക. കാരണം അത് കമ്മ്യൂണിറ്റിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ഷേത്രം വേറെയും വീട് വേറെയുമല്ല. അപ്പൊ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ശാസ്ത്രം വാസ്തുവല്ല. ആ ശാസ്ത്രവും വാസ്തുശാസ്ത്രവും കൂട്ടിയിട്ടുള്ളതാണ് ആഗമശാസ്ത്രം. അപ്പൊ അതില് ഏത് ഭാഗത്താണ് തന്ത്രി താമസിക്കേണ്ടത്, ഏത് ഭാഗത്താണ് ഭക്തന്മാർ താമസിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ഒരു കഥയുണ്ട്. അതുപോലെ ചില ക്ഷേത്രങ്ങളിലൊക്കെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ താമസിക്കാനുള്ള കുറേ വീടുകൾ ക്വാർട്ടേഴ്സ് പോലെ പണിതിട്ടുണ്ടാവും പണ്ട്. ഇതുമൊക്കെ ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ള പണ്ടത്തെ സങ്കല്പം അനുസരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആഗമശാസ്ത്രം. ഞാനൊരു സംശയം കുറച്ച് വലിയ ചോദ്യമാണ്. അത് എപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് എന്റെ അമ്മ ഉണ്ടായിരുന്നു, നമ്മള് സമയം പോലെ നീ ഇപ്പൊ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും സമയം പോലെ വരുള്ളൂ, നിന്റെ സമയം മോശമാ, നീ അതെന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല അങ്ങനെയൊക്കെ പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ഇപ്പൊ മക്കളോട് പഠിക്കുക, അങ്ങനെ ഇന്ന കോഴ്സ് പഠിക്കുക, അത് പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞാലും പറയും അപ്പൊ എന്തായാലും വരേണ്ടതുപോലെ വരുള്ളൂ എന്ന് പറയുന്ന അതുമായിട്ട് നമ്മൾ ഈ സെലക്ട് ചെയ്ത ഓരോ കോഴ്സും അല്ലെ ഓരോ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളില് നമ്മളിങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്ത് ഓരോ റൂട്ട് പോവുകയല്ലേ, അതുമായിട്ട് ബന്ധമുണ്ടോ? അതിനെക്കുറിച്ച് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിയേണ്ടത് നമ്മുടെ കർമ്മമാണ് പ്രാധാന്യം എന്നുള്ളതാണ്. എല്ലാം സമയത്തിന് മാത്രം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരെയും മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ജനിച്ചു കഴിഞ്ഞാൽ വളരേണ്ടത് ഭഗവാന്റെ കടമയാണ്, ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല, വളർന്നോളൂ എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും വളർന്നോളൂ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഭക്ഷണം കൊടുക്കാറുണ്ടോ? ഭക്ഷണം കൊടുക്കാതിരിക്കാറുണ്ടോ? ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയിട്ടുള്ള ആഗമശാസ്ത്രം എന്ന് പറയുന്ന ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് എങ്ങനെ പഠിതാലും നമ്മുടെ തലയിലെ വര പോലെയാണ് വരിക എന്ന് വെച്ചിട്ട് വീടുണ്ടാക്കുന്ന സമയത്ത് വാസ്തു നോക്കണ്ട എന്ന് പറയാൻ പറ്റുമോ? ക്ഷേത്രങ്ങള് എങ്ങനെ വേണമെങ്കിലും പണിതോളൂ എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഓരോന്നിനും ഓരോ ശാസ്ത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ചെയ്യാനുള്ള തോന്നൽ ഉണ്ടാവണമെങ്കിൽ അതിനുള്ള സമയമാവണം എന്ന് പറയും. എന്താ കാരണം അങ്ങനെ പറയാൻ? പലപ്പോഴും നമ്മുടെ മുന്നിൽ പലതും മുന്നോട്ട് കടന്നു പോകുന്നുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കപ്പെടാതെ പോകും. ചാൻസ് ഉണ്ടായാലും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല, നോക്കിയെന്ന് വരില്ല. നല്ലോണം പഠിക്കാനുള്ള യോഗം ഉണ്ടെങ്കിലും നല്ല ബുദ്ധി ഉണ്ടെങ്കിലും അതിനുള്ള തോന്നലുണ്ടായാലേ പറ്റുള്ളൂ. നമ്മളൊന്നും പഠിക്കണ്ട എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അറിവുണ്ടാവില്ല, പക്ഷെ ബുദ്ധി ഉണ്ടാവും. അറിവില്ലാതിരുന്ന അടുത്ത അറിവിലേക്ക് ചാടാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് LKG പഠിച്ചാലല്ലേ UKG പോകാൻ പറ്റുള്ളൂ.
ഞാൻ LKG പഠിക്കുന്നില്ല, എന്തായാലും ഞാൻ UKGയിൽ എത്തിക്കോളും. UKGയിൽ എത്തും, പക്ഷെ UKGയിൽ എത്തിക്കഴിഞ്ഞാലും അങ്ങനെ 10ാം ക്ലാസ് വരെ എത്തുമ്പോഴത്തേക്ക് അവിടെ പോയിട്ട് പൊട്ടിപ്പോവും, തോറ്റുപോകും. അപ്പൊ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ തൽക്കാലമൊക്കെ നമ്മളെ വിധി എന്ന് പറയുന്ന ഇന്നത്തെ സിസ്റ്റം എന്ന് പറയുന്നതിനെ നമ്മളെ കൊണ്ട് നടത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ എഫേർട്ട് നല്ല പോലെ എടുത്തില്ലെങ്കിൽ, ആ കർമ്മം നമ്മൾ ചെയ്തില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ അഡ്വൈസ് കൊടുക്കുന്നത്? അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മളെ നിലനിർത്തുക. ഒന്ന്, ജന്മം കൊണ്ട് ആ സമയത്തിനനുസരിച്ച് നമുക്ക് വരും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പക്ഷേ അത് 1/3 ഭാഗം മാത്രമേ നമ്മുടെ കാറ് എന്ന് പറയുന്നത് നമുക്ക് തരുമ്പോ അതിനകത്ത് പെട്രോളൊന്നും അടിച്ചു തരില്ല, കാർ ഉണ്ടാക്കി തരുവുള്ളൂ. പെട്രോൾ അടിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. ഞാൻ കാറ് തന്നിട്ടുണ്ട്, കാർ എന്നെ കൊണ്ടുപോയിക്കോളുന്നുണ്ട്, പെട്രോൾ അടിക്കാണ്ടിരുന്ന കാർ കൊണ്ടുപോകും. ഇനി കാറിൽ പെട്രോളും അടിച്ചു തന്നു എന്ന് വിചാരിക്കാം, എനിക്ക് ഓടിക്കാൻ അറിയില്ലെങ്കിൽ ഓടിക്കാൻ പറ്റുമോ? ഇനി കാറും ഉണ്ട്, പെട്രോളും ഉണ്ട്, എനിക്ക് ഓടിക്കാനും അറിയാം, പക്ഷെ എന്റെ റോഡിൽ വലിയൊരു കുഴി ഉണ്ടെന്ന് വിചാരിക്കാം, അവിടെ പാലും ഇല്ല, കടന്നു പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ നമുക്ക് നല്ല സിറ്റുവേഷൻ വേണം. എന്റെ എൻവറോൺമെന്റ്, എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ, എന്റെ സത്സംഗ്, എന്നെ സഹായിക്കുന്നവർ, എന്റെ ബന്ധുക്കൾ, എന്റെ സൊസൈറ്റി, ഇതൊക്കെ നമ്മളിപ്പോ ഈ ഇരുന്ന് സംസാരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ ജനിച്ച അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും? നമ്മളൊക്കെ ജനിച്ചത് ഉക്രൈനിലോ റഷ്യയിലോ ആണെന്ന് വിചാരിക്കും, ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ലല്ലോ. നമ്മൾ എവിടെയാണ് എന്റെ കാറ് എന്നനുസരിച്ചിട്ടാണ് എന്റെ ഓട്ടം തീരുമാനിക്കുക. അപ്പൊ ജനിച്ച സമയം കൊണ്ട് എല്ലാം തീരുമാനിക്കാൻ പറ്റില്ല. എന്റെ നല്ല സമയമാണ്, പക്ഷെ ഞാനിവിടെ അല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്റെ നല്ല സമയമാണ്, പക്ഷെ എനിക്ക് ഇപ്പൊ ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ എനിക്ക് ചുറ്റുമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം വരുമ്പോ എനിക്ക് വളരാൻ സാധിക്കുമെന്നർത്ഥം. നല്ല വിത്താണ്, പക്ഷെ അത് ഇട്ടിരിക്കുന്നത് വെള്ളം കിട്ടാത്തൊരു സ്ഥലത്താണെങ്കിലോ, അല്ല ഫുൾ വെള്ളമുള്ള സ്ഥലത്താണെങ്കിലോ? ഫുൾ വെള്ളമുള്ള സ്ഥലത്താണെങ്കിലും ചീഞ്ഞു പോകും, തീരെ വെള്ളം കിട്ടാത്തടുത്താളായാലും അത് വളരില്ല. ഇനി നല്ല വിത്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടച്ചിട്ട് അലമാരയുടെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചാൽ വളരുമോ? അത് ഇല്ല. അതിന് അതിൻ്റെതായ പ്രകൃതി ഉണ്ടാവുമ്പോഴേ വളരുള്ളൂ. അപ്പൊ എന്റെ നല്ല സമയം തന്നെയാണ്, പക്ഷെ എന്നെ ഇട്ടിരിക്കുന്നത് മോശം സ്ഥലത്താണെങ്കിൽ വളരില്ല. അതൊന്ന് വേണം. എനിക്ക് നല്ല കാറും ഉണ്ട്, നല്ല റോഡും ഉണ്ട്, പക്ഷെ എനിക്ക് ഓടിക്കാൻ അറിയില്ലെങ്കിലോ? കാറും റോഡും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് ഓടിക്കാനുള്ള കഴിവും കൂടി വേണം. അപ്പൊ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് കർമ്മമാണ്. എന്നെ എവിടെയാണ് കൊണ്ടിട്ടിരിക്കുന്നത് എന്നുള്ളത് എന്റെ സാഹചര്യമാണ് വാസ്തു എന്ന് പറയുന്നത്, എന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. വാസ്തു എന്ന് പറയുന്നത് വീടല്ല, എന്റെ സിറ്റുവേഷനെയാണ് വാസ്തു എന്ന് പറയുന്നത്. അതാണ് ആഗമശാസ്ത്രം, കംപ്ലീറ്റ് ആയിട്ട് അറിയണം. 3ാമത്തേത് എന്റെ ജന്മം, അതാണ് അസ്ട്രോളജി, ജാതകം. ഇത് 3ഉം കൂടി ചേർന്നാൽ 1/3, 1/3, 1/3. അത് പൂർണ്ണമായിട്ട് സഹകരിച്ചാൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവൂ. ഞാൻ മോശം ആൾക്കാരുടെ കൂടെയാണെങ്കിൽ എത്ര ഗുണമുള്ള ആളാണെങ്കിലും ഒരു പുറത്ത് കാണിക്കില്ല. അത് ചിലരുടെ സ്വഭാവം അങ്ങനെയാണ്, അവരെ അത് മാത്രമേ കാണുള്ളൂ. അത് നമ്മൾ എന്ത് കാണുന്നു എന്നുള്ളത് നമ്മുടെ കുറ്റമല്ല, അത് നമ്മൾ അത്തരം ഗ്രൂപ്പിൽ പെട്ടുപോയത് കൊണ്ടാണ്. മനസ്സിലായോ? ആ ഗ്രൂപ്പിൽ നമ്മൾ കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്ത്, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരാൾ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റിനെ കുറിച്ച് നമ്മൾ പലരും എഴുതിയിട്ടുള്ള കമന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. എല്ലാവരും ഒരേ കാര്യം തന്നെയാണ് കാണുന്നത്, കമന്റ് വ്യത്യാസം ഉണ്ടാവില്ലേ? അതെന്തുകൊണ്ടാണ് വ്യത്യസ്തമായ കമന്റ് വരുന്നത്? നമ്മുടെ സ്വഭാവമാണ് ആ കമന്റിലൂടെ നമ്മൾ കാണിക്കുക. ഇനി അത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ബാക്കിയുള്ളവരത് വായിച്ച് റിഫൈൻ ചെയ്ത് ഓ ഇങ്ങനെ എഴുതുകയാണ് നല്ലത്, അതിനാണ് ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ പറയുന്നത്, അല്ലാണ്ട് എനിക്കൊരു ഗുണം ഉണ്ടാവാനല്ല. ആ സ്വഭാവത്തിൽ കുറച്ചും കൂടി നൈർമല്യത വരട്ടെ, എഴുതാൻ സാധിക്കട്ടെ. ഇപ്പൊ കവിത എഴുതിയിട്ട് എനിക്കൊരു അത് വായിച്ചതുകൊണ്ട് എന്താ ഗുണം? കവിതക്ക് ആദ്യമായിട്ട് ഞാൻ എറണാകുളത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരു 6 ദിവസം ഒരു കുട്ടിയുടെ വീട്ടിൽ പോയി താമസിച്ചിട്ട് ആ കുട്ടി കുറെ ക്ലാസ് അറേഞ്ച് ചെയ്തു. ആ ക്ലാസ് അറേഞ്ച് ചെയ്യിപ്പിച്ചത് തന്നെ കുറച്ചും കൂടി സോഷ്യൽ സ്കിൽ ഉണ്ടാവട്ടെ. അതൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് പറഞ്ഞു, 6 ദിവസം എന്റെ കൂടെ ജീവിച്ചതിന്റെ കഥ കൃത്യമായിട്ട് എഴുതി അയക്കണം എന്ന് പറഞ്ഞു. അയ്യോ ഞാനിതുവരെ എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞു എഴുതി അയക്കും എന്ന് പറഞ്ഞു. ഞാൻ ആ ബ്ലോഗ് ഞാൻ ഗ്രൂപ്പിലിടാം, നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. വിശ്വസിക്കില്ല, ആ കുട്ടി ആദ്യമായിട്ട് എഴുതിയതാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി. ഈ 6 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അസൈൻമെന്റ് കൊടുത്തത്. 6 ദിവസമുള്ള കംപ്ലീറ്റ് സംഭവങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ചു വെച്ചിട്ട് എഴുതാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പൊ അത് നമുക്ക് പറ്റും, പക്ഷെ അതൊരു അസൈൻമെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലേ അത് പറ്റുള്ളൂ. എനിക്ക് ആ ഗുണമുണ്ട്, കഴിവുണ്ട്, പക്ഷെ
വിത്തിന് നല്ല ഗുണമുണ്ട്, പക്ഷെ അത് എവിടെ കൊണ്ടിടുന്നു എന്നനുസരിച്ചിട്ടാണ് അത് വളരുക. അതിന് എല്ലാ സമയത്തും ആ സ്പാർക്ക് കിട്ടുമ്പോഴേ നമുക്ക് ചിലപ്പോൾ അവരെ കാണുമ്പോഴേ അതിനുള്ള യോഗം ഉണ്ടാവുള്ളൂ അർത്ഥം. അതും കൂടി വേണം. എന്റെ കഴിവ് വേണം, എനിക്കതിനുള്ള യോഗം വേണം, അതിനുള്ള സമയം വേണം. പക്ഷെ ആ സമയം ഉണ്ടായാലും യോഗം ഉണ്ടായാലും ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ ജനങ്ങളുണ്ട്. അങ്ങനെയും കുറെ പേരുണ്ടാവും. അപ്പൊ നമ്മൾ കൈലാസത്തിലൊക്കെ പോയി പ്രദക്ഷിണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അയ്യോ എത്ര ദിവസമായി മസാല ദോശ കഴിച്ചിട്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് എന്റെ കൂടെ. അപ്പൊ കൈലാസത്തിൽ പോകുമ്പോഴും മസാല ദോശ അയാൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ പിന്നെ കൈലാസത്തിൽ പോകേണ്ട കാര്യം എന്താ? എങ്ങനെയുണ്ടൊരു ഗുരുവായൂർ ദർശനം? എന്താ തിരക്ക് എന്നാണ്. തിരക്ക് കാണാനാണ് ഗുരുവായൂർ പോകുന്നത്. എന്നാ പിന്നെ ഏതൊക്കെ മാർക്കറ്റിൽ പോയാൽ പറ്റേ, ഫിഷ് മാർക്കറ്റിൽ പോയാലും തിരക്ക് കാണൂലേ? അപ്പൊ അവിടെ പോയാൽ ഭഗവാനെ കാണണമെങ്കിൽ ആ കണ്ണുകൂടി വേണം. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ആ ഗ്രൂപ്പിൽ പെടണം, അപ്പോഴേ നമുക്ക് ആ ഒരു അനുഭൂതി കിട്ടുള്ളൂ. അല്ലെങ്കിൽ വ്യത്യാസം. ഇപ്പൊ ഞാൻ ഗുരുവായൂരിലൊക്കെ പോയി. ഗുരുവായൂരിൽ പോയ സമയത്താണ് നല്ലൊരു പാട്ടുകാരനെ കണ്ടത്. എന്റെ അടുത്തൊരു ബന്ധുവും അറിയപ്പെടുന്ന, അങ്ങനെ ഇടയ്ക്ക് കാണാനൊന്നും പറ്റാറില്ല. എറണാകുളത്താണ്, ഞാൻ കണ്ണൂരും ഇരിങ്ങാലക്കുടയും ഹൈദരാബാദിലും ഒക്കെയാണ്. അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ട ചോദിച്ചു, കുറച്ച് സമയം ഉണ്ടാവുമോ, നമുക്ക് കുറച്ച് സമയം ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ 1 മണിക്കൂർ കൊണ്ട് പോകും. എന്നാ പിന്നെ ഗുരുവായൂർ ഭഗവാനെ കണ്ട അയാളെ കൂടെ പോകാന്ന് വിചാരിച്ചു. അയാളുടെ കൂടെ പോയി ആ റൂമിലിരുന്ന് 1 മണിക്കൂർ പാട്ട് കേട്ടിട്ട് ഞാൻ തിരിച്ചു പോകും. കാരണം എനിക്ക് ഗുരുവായൂർ ഭഗവാനെക്കാളും ഇഷ്ടമായത് അദ്ദേഹത്തിന്റെ പാട്ടുകളാണ്. അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആ പാട്ടുകൾ പാടി ഈ മൂഡിലാണ് ഈ കവി ഇന്ന പാട്ട് എഴുതിയത് എന്ന് പറഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രത്തില് ഭഗവാനെ കുറിച്ച് എഴുതിയ പാട്ടുകൾ മാത്രം പാടി കേൾക്കും. അതിന്റെ ചെറിയ ബിറ്റ് എന്റെ അടുത്തുണ്ട്. ഗുരുവായൂർ വർമ്മ ഡോക്ടർ TPS നടിച്ച ആ പാട്ട് കേൾക്കാം. അപ്പൊ അദ്ദേഹം അത് പാടുന്ന സമയത്ത് കിട്ടുന്ന, അത് ഫുൾ റെക്കോർഡ് ചെയ്തിട്ടില്ല, കുറെ കഴിഞ്ഞപ്പോൾ ആ ബോധം ഉണ്ടായിരുന്നു, അത്രയും ലയിച്ചു പോയി. അപ്പൊ അതാണ് നമ്മൾ ഭഗവാനെ കാണുന്നതിനേക്കാളും പ്രാധാന്യം എന്ന് എനിക്ക് തോന്നി. ചിലർക്ക് അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ ഇതിനൊക്കെ ഓരോ യോഗം വേണം, അതിനൊക്കെ ഓരോ സമയമുണ്ട്. അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അതെ, ഈ തറവാടുകളിലൊക്കെ അമ്പലങ്ങൾ ഉണ്ടാവില്ലേ, അവിടെ നമ്മള് ഈ ദേവീകണം അതേപോലെ പാമ്പും കണം അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കല്ലോ. അപ്പൊ അവിടെ അങ്ങനെ പാട്ടൊക്കെ അങ്ങനെ പാടുന്ന സമയത്ത് കുറെ സ്ത്രീകള് അതുപോലെ പാമ്പും കണം ഒക്കെ ആവുമ്പോ അങ്ങനെയൊക്കെ അവരൊക്കെ അങ്ങനെ തുള്ളുക അങ്ങനെയൊക്കെ ചെയ്യില്ലേ? അതെങ്ങനെയാ, അങ്ങനെ എന്തുകൊണ്ടാ വരുന്നത്? നമ്മൾ കുറെ പേര് കരയുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അറിയാണ്ട് നമ്മളും കരഞ്ഞു പോയില്ലേ? ആണോ അല്ലയോ? അപ്പൊ എന്റെ അമ്മയുടെ അച്ഛൻ പണി ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഉത്സവത്തിന്റെ സമയത്ത് അറിയാതെ അമ്മയുടെ അച്ഛന് എക്സ്റ്റസി വന്ന് വിറയല് വരും, അവസാനം ബോധം കെട്ട് വീഴും, ആരെങ്കിലും എടുത്തു കൊണ്ടുപോകും. സന്തോഷം കൂടുമ്പോഴും സങ്കടം വരുമ്പോഴും ഇത് സാധാരണ എല്ലാവർക്കും പതിവാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ തടമ്പ് നൃത്തം, ആ സമയത്ത് ആ ഭഗവാന് നൃത്തം ചെയ്യാൻ പറ്റുന്നത് അയാളുടെ ഒരു എക്സ്റ്റസിയിലെത്തുമ്പോഴാണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞ കഴിവല്ല, കഴിവുകേടാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മളൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ വലിയൊരു എനർജി ഉള്ള ഒരു വലിയ ദൂരത്ത് നിന്ന് പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കാന്ന് വിചാരിക്കാം. ആ പാത്രം വല്ലാണ്ട് വിറച്ച് താഴെ വീഴും. അതേ സമയത്ത് നല്ല കനമുള്ള ചെമ്പിന്റെ ഒരു പാത്രത്തിലാണ് ഒരു ഗ്ലാസ്, അതേ വലിപ്പം അതേ രൂപം അതേ സ്റ്റൈല്, അത്രയും വെള്ളം തന്നെ കൊള്ളും. പക്ഷെ അത് ചെമ്പിന്റെ നല്ല കനമുള്ള ഇരുമ്പിന്റെ ഒരു ഗ്ലാസ് ആണെന്ന് വിചാരിക്കും. നമ്മൾ എത്ര ദൂരത്ത് നിന്ന് വെച്ചാലും ആ ഗ്ലാസ് വീഴില്ലല്ലോ, ഇല്ല. അപ്പൊ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എനർജി നമ്മളിലേക്ക് വരുമ്പോ നമ്മൾ വിറച്ചു പോകും. ഒമാനില് ഞാൻ പോയ സമയത്ത് അവിടെ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോ, പണ്ട് 2002 2003 സെപ്റ്റംബറിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ആ സമയത്താണ് ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ഒരു ഗ്രൂപ്പില് ഒരു സ്ത്രീ എപ്പോഴും ചൊല്ലി പകുതിയാകുമ്പോഴത്തേക്കും ഇതേപോലെ വിറയല് വന്ന് ബോധം കെട്ട് വീഴും. അപ്പൊ ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഇതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ട് അധിക സമയം ഇരിക്കരുത്, കുറച്ച് സമയം ഇരുന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞു. അപ്പൊ അവർക്കത് നാണക്കേടാണ്, അങ്ങനെ പറ്റുമോ, എനിക്ക് ഭഗവതിയെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു ഇഷ്ടമൊക്കെ ആയിക്കോട്ടെ, പക്ഷെ നാളെ നിങ്ങളുടെ മകൾക്ക് വിവാഹാലോചന വരുമ്പോ അമ്മക്ക് ഉറയല് വരുന്ന സ്ത്രീയുടെ മകളാന്ന് പറഞ്ഞ ഒരാളും വിവാഹം കഴിക്കാൻ വരില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇടക്കിടയ്ക്ക് ഇത് ഓർമ്മ വരും ചെല്ലുന്നതിനിടയിൽ. അന്ന് അവർക്ക് പറയലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതാണ് ഞാൻ അവരോട് പറഞ്ഞതെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് സീക്രട്ട് ആയിട്ട് റൂമിൽ വന്നപ്പോ പറഞ്ഞതാണ്. അപ്പൊ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അവിടെ ഒരു പാട്ടായി, ഡോക്ടർ TPSന്റെ അടുത്ത് പോയാൽ ഇത്തരം അസുഖങ്ങളൊക്കെ മാറ്റി കൊടുക്കുന്നു. അത് നമ്മൾ പൂർണ്ണമായിട്ടും ഇൻവോൾവ്ഡ് ആവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ്.
അപ്പൊ അതിന് കുറച്ച് സമയം വിട്ടു നിന്നിട്ട് നമ്മുടെ ചിന്തകൾ വേറെ എവിടെയെങ്കിലും എത്തുക. അത് എല്ലാവർക്കും ഉണ്ടാവും. ഈ പൂരത്തിനൊക്കെ ചൊണ്ട കൂട്ടുന്ന സമയത്ത് ചില കൈകൊണ്ടൊക്കെ ആംഗ്യം കാണിക്കുന്നതാണ്. അത് അറിയാണ്ട് ചെയ്തു പോകുന്നതാ. അയാൾക്കും കൊട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അത് വല്ലാത്തൊരു പറയലാണ്. അയാളോട് കൈയൊന്ന് പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം വരും അവർക്ക്. പലരെയും കണ്ടിട്ടുണ്ട് ഞാൻ. അത് ഒരു തരത്തിലുള്ള ഒരു എക്സ്റ്റസിയാണ്. അത് പലയിടത്തും ഉണ്ട്. നമ്മുടെ അടുത്ത് നെയ്വർന്ന് നിൽക്കുന്നവരൊക്കെ അങ്ങനെയാണ്. ചെണ്ട കൊട്ടി വരുമ്പോൾ തന്നെ പറയൽ തുടങ്ങും. അത് 1-2 പേര് അതേപോലെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരും ചെയ്തു പോകും. ഇതില് എന്ത് പറ്റും എന്ന് വിചാരിച്ചാൽ അതൊരു ചടങ്ങായിട്ട് മാറി കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ എന്ത് ചെയ്യും? 1-2 സ്ത്രീകൾ ഇത് വരുന്നില്ലെങ്കിലും വരുന്നുണ്ടെന്ന് കാണിക്കും. ഒറ്റക്ക് മാത്രം ചെയ്യുമ്പോഴേ നാണക്കേടുള്ളൂ. കുറച്ച് പേര് കൂടെ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് അതൊരു ആഘോഷമായിട്ട് മാറും. ഇപ്പൊ നമ്മളെല്ലാരും കോട്ടിടാണ്ട് പോയ സ്ഥലത്ത് ഒരാൾ മാത്രം കോട്ടിട്ട് പോയാൽ എന്താവും? ഞങ്ങൾക്ക് ആകെ ഒരു ചമ്മലുണ്ടാവും, ഇല്ലേ? അതുപോലെ ആരും വരയ്ക്കുന്നില്ല എന്ന് വിചാരിക്കാം. ഒരാൾ മാത്രം വരച്ചു കഴിഞ്ഞാലോ എന്തോ ഒരു പ്രശ്നം തോന്നും. ഒരു 10 പേര് അതേപോലെ ആണെങ്കിലോ എല്ലാവരും അതേപോലെയാവും. ഇത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് അതൊരു ശീലാണ്. അതിന് വലിയൊരു പ്രാധാന്യം ഭക്തി ആണ് എന്ന് പറയാം, അത് എക്സ്റ്റസി ആണെന്ന് പറയാം. പക്ഷെ അതാണോ ശരി എന്ന് ചോദിച്ചാൽ അവർക്ക് ആ എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, അവർക്ക് താങ്ങാൻ പറ്റാത്ത ശക്തി അവരിൽ വരുന്നത് കൊണ്ട് അവർക്ക് വരുന്നതാണ്. എല്ലാ അപസ്മാരങ്ങളും അതുപോലെയാണ്. അപസ്മാരവും അതുപോലെ തന്നെയാണ്. നമുക്ക് താങ്ങാൻ പറ്റാത്ത എന്തോ ഒരു വൈബ്രേഷൻ നമ്മളിൽ വരുമ്പോഴാണ് നമുക്ക് ആ എക്സ്റ്റസി വരിക. അപ്പൊ അതുകൊണ്ട് അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊരു ചടങ്ങാക്കി മാറ്റി പല സ്ഥലത്തും എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. അതെ, സെയിം ആണ്. അത് ചോറ്റാനിക്കരയ്ക്കായാലും കൊടുങ്ങല്ലൂരായാലും ഒക്കെ അത് തന്നെയാണ്. പക്ഷെ ഞാൻ മോൻ ചെറുതായപ്പോ അവന് ഈ ഒരു ഫിക്സ് വരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ തലശ്ശേരിയിൽ ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു സ്വാമിജി ഇങ്ങനെ മരുന്ന്, ഈ ആയുർവേദ മരുന്നും കൊണ്ട് ഇവിടെ വരും. അപ്പൊ എന്നോട് വേറൊരാള് പറഞ്ഞു തന്നിട്ട് ഞാൻ മോനെയും കൊണ്ട് പോയതാണ്. അപ്പൊ സ്വാമിജി എന്റെ അടുത്ത് പറഞ്ഞത്, ഈ ഞാൻ കുറെ പ്രശ്നം ഹോസ്പിറ്റലൈസ് ചെയ്യൊക്കെ ചെയ്തിരിക്കുന്നു. ഹൈ ടെമ്പറേച്ചർ വരും. ആ ടെമ്പറേച്ചർ ഒരുപാട് വരുന്നത്. പക്ഷെ ചില സമയത്ത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഉള്ളതായി നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ സ്വാമിജി പറഞ്ഞ ശേഷം ഞാൻ ഏറ്റുമാനൂര് പോയിട്ട് അവിടുത്തെ നെയ്യ് ചെപിച്ച നെയ്യ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അവനെയും കൊണ്ട് അതിപ്പോ ഒരു 3 വയസ്സോ 2 വയസ്സിലങ്ങനെ. അപ്പൊ കൊണ്ടുപോയി കൊടുത്ത് ആ നടയിൽ ജപിച്ച നെയ്യ് പറഞ്ഞ അവർ തിരുന്നു. അപ്പൊ അങ്ങനെ കൊടുത്ത ശേഷം എനിക്ക് എന്താറില്ല, ഒരു ഭയങ്കര അതിന് ശേഷം അവന് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല എന്നുള്ളതാണ്. അതോടെ അത് മാറി. ഹൈ ടെമ്പറേച്ചർ വന്നിട്ടും പിന്നെ അങ്ങനെ ഒരു പ്രശ്നമേ അവന് വന്നില്ല. അതെനിക്കൊരു എനിക്ക് ഭയങ്കര അല്ല, സാധാരണ ഈ ഇത്തരത്തിലുള്ള അപസ്മാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എപ്പിലെപ്സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, എപ്പിലെപ്സി എന്നാണ് അതിന് പറയാ, അത് ന്യൂറോ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള രോഗമാണ്. അത് പലർക്കും ഉണ്ടാവുന്നത് ഈ ലൂണാർ മൂണിന്റെ വേലിയേറ്റം വേലിയിറക്കമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ അതില് നമ്മുടെ ശരീരത്തില് മിക്കവാറും ഈ ബ്ലഡ് എന്ന് പറയുന്നത് കുറച്ച് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് എന്റെ വിഷയം. ഫെറോ മാഗ്നറ്റിക് ഫ്ലൂയിഡ് ആണ്. ആ ഫെറോ മാഗ്നറ്റിക് ഫ്ലൂയിഡിലുള്ള കണ്ടന്റ് കുറച്ച് വ്യത്യാസം ഉണ്ടാവുമ്പോൾ അതിൽ മാഗ്നറ്റിസം കൂടുമ്പോഴാണ് ഇവർക്ക് ഉണ്ടാവുക എന്നൊക്കെയാണ് പറയാം. ഇപ്പം അതിനെ നിർത്താൻ വേണ്ടിയിട്ട് അതിനെ ഇന്റർഫിയർ ചെയ്യാനുള്ള ചില ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് അടക്കം അവൈലബിൾ ആണ്. ഇതിന്റെ എഫക്റ്റ് തന്നെയാണ് പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ചില മരുന്നുകളും. പണ്ടൊക്കെ ബ്രഹ്മിയൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കും. ബ്രഹ്മി സ്ഥിരമായിട്ട് കൊടുത്താൽ നമ്മളെ ബ്ലഡിലുള്ള ആ കണ്ടന്റ് കുറച്ച് വ്യത്യാസമാവും. അത് നെയ്യ് മാത്രം സാധാരണ നെയ്യാവില്ല. ആ നെയ്യില് ചിലപ്പോൾ മരുന്നുകൾ ഉണ്ടാവും, ചിലപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മന്ത്രം ചൊല്ലുമ്പോൾ ഉണ്ടാവുന്ന അതിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് അതിന്റെ സ്ട്രക്ചർ മാറും. അതിന് നമുക്കൊരു ശക്തി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പച്ച കളറുള്ള നെയ്യ്. അതെ, അതിനകത്ത് മരുന്ന് ചേർത്തിട്ടാണ്, അത് മരുന്ന് ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നെയ്യ് എന്ന് പറഞ്ഞിട്ട് എല്ലാരും നെയ്യ് കൊടുത്താൽ നടക്കണമെന്നില്ല. തിരുവിഴ ക്ഷേത്രത്തിലൊക്കെ ഉദര വഴിപാട് എന്ന് പറഞ്ഞിട്ടൊരു വഴിപാടുണ്ട്. അത് നമ്മൾ പലപ്പോഴും കൊടുക്കുന്ന സമയത്ത് പിന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ അന്ന് അത് അറിയണമല്ലോ വെച്ചിട്ട് ഞാനും പോയി ചെയ്തിട്ടുണ്ട്. അത് ആ ക്ഷേത്രത്തിന് പുറത്ത് കഴിച്ചാൽ ഒട്ടനെ നമ്മളെ ആംബുലൻസ് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരും. പക്ഷെ ക്ഷേത്രത്തിനകത്ത് കഴിച്ചാൽ നമ്മൾ പൂർണ്ണമായിട്ടും പ്രദക്ഷിണത്തിൽ കംപ്ലീറ്റ് ഛർദിച്ച് നമ്മുടെ എന്തെങ്കിലും ആരെങ്കിലും നമുക്ക് കൈവിഷം തരാന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടല്ലോ,
അതൊക്കെ ഒഴിവാകും എന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്യാറുള്ളത്. അത് അറിയാൻ വേണ്ടി നമുക്ക് പറ്റുന്നതും ഒക്കെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ പോയിട്ട് അവിടെ താമസിച്ച് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. വല്ലാണ്ട് നൗലിയൊക്കെ ചെയ്തിട്ട് യോഗ ചെയ്തിട്ട് നമ്മൾ വയറ് ക്ലീൻ ചെയ്യാനുള്ള എക്സർസൈസിന്റെ ഇക്വലന്റ് ആയിട്ടുള്ളതാണ് ആ മരുന്ന് കഴിച്ചാൽ. അത് വിഷമാണ്, ശരിക്കും പറഞ്ഞാൽ കൊടും വിഷമാണ്. അപ്പൊ ഓരോ സ്ഥലത്ത് അവിടെ വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജി അല്ല വേറൊരു സ്ഥലത്ത് വേറൊരു സമയത്ത് കഴിക്കുമ്പോൾ ഉണ്ടാവും. അതിൽ തന്നെ ഈ ചോറ്റാനിക്കര പോയ അവിടുന്നും അവര് ഈ ഭജന ഇരുന്ന് കഴിഞ്ഞാൽ അവര് ഈ ഇതേമാതിരി പച്ചക്കളറിൽ ഒരു നീതിരുന്നു. അതെ, ഇതൊക്കെ മരുന്നുകളാണ് ആയുർവേദത്തിന്റെ. കാരണം നമ്മുടെ ഭാരതീയ സങ്കല്പ പ്രകാരം ക്ഷേത്രം, ആയുർവേദം ഇതൊക്കെ വേദത്തിന്റെ ഭാഗമാണല്ലോ. അപ്പൊ ഇതൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുക. പണ്ടൊക്കെ പൂജ ചെയ്തിട്ടേ മരുന്നുകൾ കൊടുക്കാറുള്ളൂ. സാധാരണഗതിയിൽ ഞാനിപ്പോ ബേക്കലിൽ പോയ സമയത്ത് അവിടെ പിന്നെ തടവാൻ വെറുതെ ഒരു സാധാരണ തോതിലുള്ള ഒരു തടവലാണ്, എല്ലാ 5 സ്റ്റാർ ഹോട്ടലിലുള്ള പോലെ. അത് ചെയ്തതും 2 മുസ്ലിം യുവാക്കളാണ്. അവർ രണ്ടാളും എന്നോട് മന്ത്രം ചൊല്ലി തൊഴുത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ കുറെ കഥകൾ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ഏത് ജാതിയാണെന്നുള്ളതല്ല, ഈ ഒരു ആയുർവേദത്തിന്റെ പാരമ്പര്യത്തിൽ എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞത്. നല്ല നല്ല യുവാക്കളായിട്ടുള്ള മുസ്ലിം യുവാക്കളാണ് ചെയ്തത്. പക്ഷെ അവര് ധന്വന്തരി മന്ത്രം ഒക്കെ ചൊല്ലിയിട്ടാണ് സാധാരണഗതിയിൽ ഒരാളെ തടവുന്ന സമയത്ത് എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, ആയുർവേദ വിധിപ്രകാരം എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തിട്ടാണ് ചെയ്യാറ്. മാഷ് പറഞ്ഞില്ലേ കൈവിഷം. അപ്പൊ നമുക്ക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ അടുത്ത കില്ലൊക്കെ ഉണ്ടെങ്കിൽ പോയാൽ അവർ നമുക്ക് ഭസ്മം തരുക. അപ്പൊ അത് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പം അതിൽ ഈ അപ്പക്കാരില്ലേ, അതിന്റെ ഒരു ടേസ്റ്റ് വരുന്നത് സാധാരണ ഭസ്മത്തിന്റെ ടേസ്റ്റ് അല്ല. അപ്പൊ ഇവരങ്ങനത്തെ എന്തെങ്കിലും കൂട്ടിയിട്ടാണ് ഇതിലൊക്കെ മരുന്ന് ചേർത്തിട്ടാ കൊടുക്കുക. സാധാരണ എല്ലായിടത്തും കിട്ടുന്ന സംഭവം അല്ല, ഇതിനൊക്കെ മരുന്നുകൾ ചേർത്തിട്ടുണ്ടോ. അതൊരു ഉപ്പിന്റെയോ അപ്പക്കാരത്തിന്റെയോ എല്ലാത്തിനും അങ്ങനെ ഉണ്ടാവും. പിന്നെ അതേപോലെ ഈ തലവേദന ഓവർ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എടുത്താൽ പൊണ്ടാത്തത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഈ 2 ചെവിന്റെ 2 സൈഡിലും ചില സമയത്ത് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ബാക്കോട്ട് വലിക്കുന്ന ഇങ്ങനെ മുറുക്കുന്ന ഒരു ഫീൽ വരും ചില സമയത്ത്. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെയാ? നമുക്ക് മനസ്സിലാവുന്നത് കൂടുതൽ ചിന്തിക്കുന്നുണ്ടാണ്, ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാണ്ടിരിക്കുന്നുണ്ട്. ഈ 2-3 കാര്യങ്ങൾ നല്ലോണം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ധാരണ മിക്കവാറും ചെന്നിക്കുത്ത് എന്ന് പറയുന്നൊരു അസുഖം ഉണ്ടല്ലോ, മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറയുന്ന എല്ലാവരുടെയും ധാരണ മൈഗ്രെയിൻ ഹെഡേക്ക് തലയുടെ അസുഖമാണെന്നാണ്. മൈഗ്രെയിൻ ഹെഡേക്ക് തലയുടെ അസുഖമല്ല, വയറിന്റെ അസുഖമാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കാണ്ടിരുന്നാല്, കാപ്പി കുടിച്ചാല്, കാപ്പി കുടിക്കാണ്ടിരുന്നാല്, അതുപോലെ തന്നെ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പൊ തല എന്ന് പറയുന്ന ന്യൂറോൺ എന്ന് പറയുന്നത് മനസ്സുമായിട്ട് നല്ലപോലെ ബന്ധപ്പെട്ടിട്ടാണ്, ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ചിന്തകൾ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തില് വയറില് ആദ്യം വരുമ്പോ ഉറപ്പായിട്ടും വയറ് കത്തും അല്ലേ. നല്ലപോലെ ടെൻഷൻ വരുമ്പോ കുറെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുടെ ഒരു സ്വഭാവമുണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ളത് നല്ലപോലെ ടെൻഷൻ വരുമ്പോൾ ഭക്ഷണം വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് ടെൻഷനും ഭക്ഷണവുമായിട്ട് ബന്ധം? കാരണം ടെൻഷൻ വരുന്ന സമയത്ത് അഡ്രിനാലിൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ, അസിഡിറ്റി വരുമ്പോ, വെപ്രാളം വരുമ്പോ അൾസർ വരും, ആസിഡ് കുറെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ കുറെ ഭക്ഷണം ഇട്ട് കൊടുക്കണം തോന്നും. അതുകൊണ്ടാണ് ഉടനെ വെള്ളം കുടിക്കേണ്ടി വരുന്നത്. വയറിൽ കത്താൻ തുടങ്ങും വേവലാതിയും ആവലാതിയൊക്കെ വരുമ്പോൾ. ഞാൻ സാധാരണ പറയാറുണ്ട്, വെൻ യു ആർ ഇൻ എ ഹറി, വെൻ യു ആർ ഇൻ വെറി, വെൻ യു ഈറ്റ് മോർ കറി. ഹറി വെറി കറിയൊക്കെ വരുന്ന സമയത്ത് കുറെ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ കുറെ ഭക്ഷണം കഴിക്കണം. വയറ് കാലിയായാൽ ഒട്ടനെ അസിഡിറ്റി വരും ചിലർക്ക്, അത് ദേഷ്യമായിട്ട് മാറും. കുറച്ച് ഭക്ഷണം കഴിച്ചാൽ പ്രശ്നം തീരും അവരുടെയൊക്കെ. അത് നമ്മുടെ ന്യൂറോണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അതാണ് ഈ തലയിൽ കിടന്നത്. അപ്പോ വേവലാതി വരുമ്പോ, ടെൻഷൻ വരുമ്പോ ഒന്നുകിൽ വയറ് അല്ലെങ്കിൽ വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉടനെ തന്നെ തലയിൽ പിരിമുറുക്കം വരും. ഇത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർക്കേ ഇത് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ മൈഗ്രെയിനുമായിട്ട് പോയി കഴിഞ്ഞാൽ അവർ ഉടനെ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യും. വെഗാനിൻ, മൈഗ്രാനിൽ ഇതൊക്കെയാണ് മെഡിസിൻസ്. ഇംഗ്ലീഷ് മെഡിസിൻസ് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പൊ ഈ അസുഖം പോയിട്ട് പിന്നെ അലോപ്പതി ഡോക്ടറെ അടുത്ത് പോയാൽ ഉടനെ വെഗാനിനും മൈഗ്രാനിലും എഴുതുവരും. ഇതൊന്നും അസുഖം മാറ്റില്ല. അപ്പൊ ആ സമയത്ത് ചെയ്യേണ്ടത് കുറെ വെള്ളം കുടിക്കുക, കൈ ഇതേപോലെ പിടിച്ചിട്ട് നല്ല പോലെ ശ്വാസം എടുക്കുക. നമ്മൾ കിടക്കുകയാണെങ്കിൽ മുകളിലോട്ട് നോക്കിയിട്ട് കിടക്കുക. തലാണ വെച്ചിട്ട് കിടക്കുന്ന സമയത്ത് തല
സാധാരണ കുത്തോട്ട് നോക്കിയിട്ട് ഇരിക്കുന്നതാണ്, കുറച്ചൊന്ന് മുകളിലോട്ട് നോക്കിയിട്ടൊന്ന് ശ്വാസം എടുത്താൽ തന്നെ പകുതിയിലധികം അസുഖം മാറും. ഓക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മാറ്റാൻ പറ്റുന്ന കുറെ അസുഖങ്ങളുണ്ട് ഇത്തരം. ഈ സൂര്യ നമസ്കാരമൊക്കെ അയ്യങ്കാർ തുടങ്ങിയിട്ടുള്ളതാണ്. ഇതൊന്നും ഭാരതീയ ശാസ്ത്രപ്രകാരം പണ്ടുണ്ടായിരുന്നതല്ല. അപ്പോ ഏത് ചെയ്യുന്നതും നല്ലതാണ് എക്സർസൈസ്. അതിന് സൂര്യനെ തന്നെ നമസ്കരിക്കണമെന്നൊന്നുമില്ല, സൂര്യൻ അത് അറിയൊന്നുമില്ല. സൂര്യൻ ഇല്ലാത്ത നാട്ടിൽ സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റുമോ? സൂര്യനെ കാണാത്ത എത്രയോ നാടുകളുണ്ട്. അപ്പോ നമ്മൾ എപ്പോഴാണോ ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കാതെ വയറ് ഫ്രീ ആയിട്ടിരിക്കുന്നത് ആ സമയത്ത് നമുക്ക് തോന്നുന്നത്, ഇനി നിങ്ങൾക്ക് സ്ഥിരമായിട്ട് രാവിലെ എഴുന്നേക്കുന്ന ഒരു സ്വഭാവമില്ല, രാവിലെ എഴുന്നേറ്റ് ഉടനെ ഭക്ഷണം വേണം എന്നുള്ളതാണ് നിങ്ങളുടെ, അത് കഴിച്ചിട്ട് അപ്പൊ തന്നെ സൂര്യ നമസ്കാരം ചെയ്യേണ്ട കാര്യമില്ല, ചിലപ്പോൾ അത് ചെയ്ത അസുഖം കൂടും. അപ്പൊ അതുകൊണ്ട് എപ്പോഴാണോ നിങ്ങൾക്ക് അതിനുള്ള ഒരു മൂഡുള്ളത്, നമുക്ക് നിഷ്ഠകൾ വേണ്ടത് ഓരോരോ ആൾക്കാർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട നിഷ്ഠകളാണ് വേണ്ടത്. അത് നമ്മുടെ കാറ്റഗറി അനുസരിച്ചിട്ടാണ്. ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും ചെയ്യാത്തൊരു കർമ്മം ഞാൻ ചെയ്യുമ്പോൾ എന്റെ ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിനേക്കാളും നല്ലത് ഇപ്പൊ കവിത ചെയ്യുന്ന പണി തന്നെയാണ്. നല്ലപോലെ കൃഷി ചെയ്യുക, ആ സമയത്ത് ചെയ്യുന്ന ആരോഗ്യവും മസിലും ഒന്നും ഒരു സൂര്യ നമസ്കാരിക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് സൂര്യ നമസ്കാരം ചെയ്തിട്ടോ കണ്ണടച്ചിട്ട് ശ്വാസം എടുത്തിട്ടോ ഒരു മൂക്കിലെ വലിച്ച് മറ്റേ മൂക്കിലെ വിടാനൊന്നും ഒരു ഭഗവാനും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഭഗവാൻ ഒരു മൂക്ക് തന്നാ പോരെ. പക്ഷെ അങ്ങനെ ചെയ്യുന്നതല്ല ഞാൻ. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ ആ മാറ്റങ്ങൾ ഞാൻ തന്നെ, എനിക്ക് ആ രാവിലെ നല്ല കുളിരായിരിക്കും പുറത്ത് ടെറസില്. അപ്പൊ ആ സൂര്യൻ ഉച്ച വരുന്ന സമയത്ത് നമ്മൾ ചെയ്യാം. അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ അല്ലാതെ ഒരു ജനറൽ പബ്ലിക്കിന് കൊടുക്കാവുന്ന പ്രിസ്ക്രിപ്ഷൻസ് ഒന്നും അല്ല എന്നാ പറയുന്നത്. ഇപ്പൊ എല്ലാ ദിവസവും 4 ഇഡ്ഡലി തിന്നണം ആർക്കെങ്കിലും പറയാൻ പറ്റും? എനിക്ക് ഇഡ്ഡലി എല്ലാം ഇഷ്ടം, ദോശയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ ഞാനൊക്കെ പണ്ട് പിന്നെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കപ്പ നടാൻ പോകും. നല്ലോണം പണിയെടുക്കും. ആ സമയത്ത് എത്ര പ്രാവശ്യം നമ്മൾ എന്തൊക്കെ പണി ചെയ്യണം, ആ സമയത്ത് വിറക്കുന്ന പോലെ ഏത് എക്സർസൈസ് ചെയ്താലും വളക്കുക. അപ്പൊ നമുക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാം. ചിലർക്ക് നീന്തലായിരിക്കും ഇഷ്ടം. എന്താണോ നമുക്ക് ഇഷ്ടം അത് ചെയ്യാം. പക്ഷെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഗുണമാവുന്ന, സമയം കളഞ്ഞു എന്നൊരു തോന്നലില്ലാണ്ടിരുന്നാൽ മതി. ഇഷ്ടംപോലെ സമയമുണ്ട്, വേറെ പണിയൊന്നുമില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാം. അതുപോലെ ഈ കൃഷി ചെയ്യുമ്പോൾ മാഷ് പറഞ്ഞിട്ടില്ലേ, നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് കാര്യമാണോ ചെയ്യുന്നത് അതിൽ തന്നെ നമ്മൾ വേറെ ശ്രദ്ധയില്ലാതെ. അപ്പം ഈ ഫോണ് അകത്ത് വെച്ചിട്ടായിരിക്കും ഞാൻ എന്തെങ്കിലും പണിക്ക് പോകുന്നത്. ഒരു 1-2 മണിക്കൂറൊക്കെ ഞാൻ അതന്നെ ആയിരിക്കും. അത് ഫുള്ള് വേർത്ത് നമ്മളങ്ങ് ഉരുക്കി പോവാന്ന് അറിയില്ല. നമ്മൾ പാറ്റും എല്ലാം. ഒരു 65 കിലോ ഉണ്ടായ ഞാനിപ്പോ 60 കിലോ ആയി. ഒരു അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറൊന്നും ചെയ്തിട്ടല്ല, ഞാൻ ഇങ്ങനെ ഉരുക വിയർക്കുമെന്ന് പറഞ്ഞാൽ 2-2.5 മണിക്കൂറൊക്കെ ഇങ്ങനെ നിന്ന് പണിയെടുക്കുമ്പോൾ കിളക്കുക എടുക്കുക എന്ന് വെച്ചാൽ വലിയൊരാള്. എനിക്കങ്ങനല്ല, ഞാൻ ആദ്യം ചിന്തിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നത്. കാരണം വലിയ കാട് കൊത്തി വൃത്തിയാക്കി കത്തിച്ച് ആ ഭാഗം കിളച്ച് വൃത്തിയാക്കി നമ്മൾ നട്ടിട്ട് അത് വളഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന, നടുമ്പോഴും വളഞ്ഞു വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന സന്തോഷം ലോകത്തിൽ വേറെ എന്ത് കിട്ടിയാലും തന്നാലും എനിക്കുണ്ടാവില്ല. കാരണം അത് ഞാൻ തന്നെ ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോഴേ ഭയങ്കര, ഞാൻ വിത്തിട്ട് വിള അങ്ങനെ കാണുമ്പോ ഭയങ്കര സന്തോഷം. നല്ലോണം ജോലി ചെയ്യണം. മടി അതുപോലെ ആവണമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ. ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം, കുറെ സമയം കുറെ പണിയില്ലാതെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന്. അവർക്കാണ് ഏറ്റവും മാനസിക രോഗം ഉണ്ടാവും. സ്ഥിരമായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ചിന്തിക്കാൻ സമയമില്ല, ഇഷ്ടംപോലെ പണിയുണ്ട് വേറെ. അപ്പൊ എല്ലാരും അങ്ങനെ ആവണമെന്ന് വെച്ചല്ല, ആവുന്നത് പോലെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചിലപ്പോ വീഡിയോസോ എന്തെങ്കിലുമൊക്കെ ഇടുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ കാണുമ്പോ അയ്യോ അങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോ ഇടുന്നത്. ഡോക്ടർ ജീന പോയി കണ്ടിട്ടില്ല, അത് നന്നായിട്ടുണ്ട്. അല്ല, അത് ഞാനും കവിതയും പരിചയപ്പെട്ട് 3-4 ദിവസങ്ങൾ കഴിയുമ്പോഴാണ് കവിത വരുന്നത്. അത്രയും ഫാസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുത്തിട്ടുള്ള ആള് വളരെ കുറവാണ്. എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടം. 27-ാം തീയതി ഞാൻ മാഷെ വിളിച്ചു. അതെ, 31-ാം തീയതി വൈകിട്ട് എത്തുന്ന മാഷ് പറഞ്ഞു തോന്നുന്നു. 31-ാം തീയതി വൈകിട്ട് ഞാനത് കവിതയോട് പറയുകയും ചെയ്തു. 2-ാം തീയതി ഞാൻ കവിതയുടെ വീട്ടിന് അടുത്തൊരു പിന്നെ മാരേജിന് വരുന്നുണ്ട്, ആ സമയത്ത് കണ്ടാ മതി എന്ന് അങ്ങോട്ട് പറഞ്ഞതാ. പക്ഷെ ആ ഒരു ദിവസം പോലും എക്സ്ട്രാ വെയിറ്റ് ചെയ്യാൻ പിന്നെ അത്രയും ക്ഷമയില്ലാണ്ടാ ഓടി വന്നു. അത് ഞാൻ മാഷോട് പറഞ്ഞു, ആ മാഷെ ഞാൻ അയോധ്യയിൽ വന്ന് കണ്ടോളാന്ന് ആദ്യം പറഞ്ഞു. പിന്നെ ഞാൻ ഓരോ നിമിഷം കഴിയുന്തോറും നാളെ ഇല്ല എത്രയും പെട്ടെന്ന് എന്ന് എന്റെ മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെ
ഞാൻ പഠിച്ചു, മലയാളമൊക്കെ പഠിച്ചെങ്കിലും ഞാൻ പുസ്തകം വായിക്കോ തൊടുവോ ഒന്നും ചെയ്യാത്ത എത്രയോ വർഷം എഴുതിയിട്ടില്ല ഇങ്ങനെയൊന്നും. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് എല്ലാം എന്റെ കൈകൊണ്ട് ഇങ്ങനെ പിന്നെ മാഷെ കണ്ടിട്ട് വന്നതിന് ശേഷം ഞാൻ എന്താ പറയണ്ടേ, ഈ പേനയും കടലാസും കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല എന്നറിയാം. എപ്പോഴും ഡെയിലി ഞാൻ ഫ്രീ എന്തെങ്കിലും ചേർന്ന് അപ്പം ഞാൻ എഴുതും. പക്ഷെ വീഡിയോസ് കാണും, എല്ലാം എഴുതും, എന്തുണ്ടായാലും എഴുത്ത്. ആ എഴുത്തിന്റെ കൊണ്ടാണ് ചിലപ്പോൾ എനിക്ക് വീണ്ടും ഇങ്ങനെ എഴുതാൻ തോന്നിയത്. പേനയും കടലാസും എടുത്തോണ്ടാണ്. നമ്മൾ എഴുതണം, അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ എഴുതുമ്പോഴേ ഇരുത്തം വരുള്ളൂ. ആ എഴുതണ സ്വഭാവം ഇല്ലെങ്കിൽ ഇരുത്തം വരില്ല. ഞാനൊക്കെ എന്റെ ഗുരുവിന്റെ കൂടെയൊക്കെ നടന്നിട്ട് അന്നൊക്കെ എഴുതിയുണ്ടാക്കിയിട്ടുള്ള നോട്ട്സ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ടാവും. അതാണ് എന്റെ ബലം. നിങ്ങൾ എന്ത് ചോദിക്കുമ്പോഴും എന്ത് ധൈര്യത്തിൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോ എന്ന് പറയുന്നത് ഇതിനകത്തില്ലാത്ത നോളജ് ഉണ്ടാവില്ല എന്നതാണ്. ഇതൊക്കെ അന്ന് ഞാൻ എഴുതി വെച്ചിട്ടുള്ള നോട്ടുകളാണ്. അതിങ്ങനെ കുറെ ഉണ്ട് നോട്ടുകൾ. അതിങ്ങനെ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏത് ആചാരങ്ങളും ഏത് അനുഷ്ഠാനങ്ങളും എവിടെയൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇതിനകത്തുണ്ട്. അതൊക്കെ ഇൻഡെക്സ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്റെ ധൈര്യം. പക്ഷെ ഇപ്പൊ അത് ഉപയോഗിക്കാറില്ല. അതുപോലെ ഭഗവത്ഗീതയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന നോട്ടുകളും അത് ക്രോസ് റെഫർ ചെയ്യാനുള്ള കുറെ ശ്ലോകങ്ങളുമാണ്. അപ്പൊ ഒരു ശ്ലോകം മറ്റേ ശ്ലോകമായിട്ട് അവിടെ ബന്ധമുണ്ട്. അങ്ങനെ ശ്ലോകങ്ങൾ തമ്മിൽ അന്യോന്യം ബന്ധിപ്പിച്ചിട്ടുള്ള ഇൻഡെക്സ് അതിനകർക്കുണ്ട്. ഇതൊരു 1000 പ്രാവശ്യം നമ്മൾ വായിച്ചത് വെറുതെ വായിച്ചാലും ഓർമ്മയുണ്ടാവില്ല. അത് നോട്ടായിട്ട് മാറ്റി വെക്കുമ്പോഴത്തേക്കും അത് മനസ്സിലിരിക്കും. എഴുതണം. എഴുതി കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന അർത്ഥം. ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്ന ഞാനാണ് പണ്ട് പുസ്തകം എടുക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും. ഇപ്പൊ പുസ്തകം എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ വായിക്കാനുള്ള ഒരു ഇതില്ലേ, ഭയങ്കരമായിട്ട് എന്താ പറയണ്ടേ, ഭയങ്കര. കാരണം മനുഷ്യന് ബാക്കിയുള്ള എല്ലാ മൃഗങ്ങൾക്കും കേൾക്കാനുള്ള കഴിവുണ്ടല്ലോ, അവർക്ക് അവരുടെ ഭാഷയിൽ സംസാരിക്കാണ്ട്. എഴുതാനുള്ള കഴിവ് മനുഷ്യനല്ലേ ഉള്ളൂ. അപ്പൊ മനുഷ്യനാവണമെങ്കിൽ എഴുതുക, ഡോക്യുമെന്റ് ചെയ്യുക, സൂക്ഷിക്കുക, അത് ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ആ സ്വഭാവം നല്ല പോലെ ഉണ്ടാവും. നാട്ടിലേക്ക് വരിക? ഞാൻ ഇപ്പോ അടുത്ത ആഴ്ച 25-ാം തീയതി മുതൽ നോർത്ത് ഈസ്റ്റിലാണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറെ ഇത്തരം ഓഫറുകൾ ഉണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. കേരളത്തിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഏതാന്ന് പറയാൻ പറ്റുമോ? ഇടുക്കിയിലെ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് വാഗമണാണ്. അവിടെ ഒരു ഫെസിലിറ്റി കുറച്ചു ദിവസം ക്യാമ്പ് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങടെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഡേറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മാർച്ച്. എനിക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു പ്ലാൻ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് അന്ന് സുനിതൊക്കെ അങ്ങനെ ഒരു പ്ലാൻ ഇങ്ങനെ പറഞ്ഞു, നടക്കോ ഇല്ലയോ എന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. അതേ സമയത്ത് വേറൊരാൾ വന്നിട്ട് അത് അവരുടെ വീട്ടിൽ താമസിക്കണം ഞാൻ 2-3 ദിവസം എന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തപ്പോഴാണ് ഉടനെ ഞാൻ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ഞാനായിട്ട് പ്ലാൻ ചെയ്യില്ല, എന്തെങ്കിലുമൊക്കെ വരും. അതല്ലെങ്കിൽ ഈ 25 മുതലുള്ള സമയത്തൊക്കെ ഞാൻ നടുവില് തെയ്യത്തിന്റെ സമയത്ത് ഉണ്ടാവണം എന്ന് വിചാരിച്ചതാണ്. ആ സമയത്താണ് അരുണാചൽ പ്രദേശിലെ ഒരു സ്കൂളിലേക്ക് 5 ദിവസത്തേക്ക് താമസിക്കാനുള്ളൊരു അവരുടെ കൂടെ വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അരുണാചൽ പ്രദേശിലാണ് 26-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. 31-ാം തീയതി അല്ല, അത് കഴിഞ്ഞ് 1-2-ാം തീയതി വരെ. 28 ഉള്ളൂ. 28 കഴിഞ്ഞ് മാർച്ച് 1-2 ഒക്കെ കഴിയുമ്പോഴേ ഞാൻ തിരിച്ചു വരും. അരുണാചലില് ഞാൻ കൃത്യമായിട്ട് പറയാം. ഞാൻ ആ യാത്രയുടെ അന്നേ ദിവസം വരെ ഞാൻ ഇതൊന്നും ആലോചിക്കാറില്ല, സത്യം പറഞ്ഞത്. ഞാൻ പാസിഘട്ടിലാണ്. പാസിഘട്ടില് സംസ്കൃതി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സ്കൂളാണ്. പാസിഘട്ടില് സംസ്കൃതി സ്കൂളാണ്. സംസ്കൃതി പബ്ലിക് സ്കൂൾ പാസിഘട്ട്. 26 മുതലാണ്. 26-നാ യാത്ര ചെയ്യുന്നത്. 27, 28, 1, 2, 3 തീയതികളാണ്. അത് കഴിഞ്ഞാൽ ചിലപ്പോ ഭൂട്ടാനിലും ഉണ്ട് 1-2 പ്രോഗ്രാംസ്. ചിലപ്പോ ഗുവാഹട്ടിയിൽ നിന്ന് ബൈ റോഡ് ഭൂട്ടാനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. തീരുമാനിച്ചില്ല. എനിക്ക് വരാൻ പറ്റുമെങ്കിൽ വരാം. കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്, എന്നിട്ടില്ല സ്ഥലത്ത് വരെ നോക്കാം.
ഗുഡ് ഇനഫ്? കഴിഞ്ഞോ? ശരി. നീ എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നും ഇല്ല, വേറൊന്നും ചോദിക്കാൻ ഇപ്പം. TPC നമസ്കാരം. ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ പറയൂ. ഞങ്ങളുടെ നാട്ടിലെ, ഞാൻ പാലക്കാട് നിന്നാണ്. ഞങ്ങളുടെ നാട്ടിലെ ഈ ശിവന്റെ അമ്പലമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. ശിവന്റെ അമ്പലത്തിന്റെ ബാക്ക് സൈഡിൽ വീട് വെക്കുന്നത് ആ വീട് നിലനിൽക്കില്ല എന്നുള്ളൊരു ശിവന്റെ തൃക്കണ്ണ അവിടെ ഉള്ള സ്ഥലത്ത് വീട് ഉണ്ടാവില്ല, അവിടെ ഫാമിലി ആയിട്ട് അവിടെ താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള ഒരു ഇത് കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ട്? ഓരോ ക്ഷേത്രങ്ങൾക്കും നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അത് ഒഴിവാക്കാനാണ്. ഒരു പാത്രം കഴുകിയാല് ആ കഴുകിയ വേസ്റ്റ് എവിടെയെങ്കിലും പോണ്ടേ? അതെ. അപ്പോ ഏത് ക്ലീനിങ് പ്രോസസ്സിനും കുറച്ച് വേസ്റ്റ് പോകുന്ന ഒരു വഴിയുണ്ട്. അപ്പൊ ഓരോ ക്ഷേത്രം പണിയുന്ന സമയത്തും ഏത് ഭാഗത്താണ് വേസ്റ്റ് ഒഴിവാക്കുക എന്നുള്ള ചില ഭാഗങ്ങൾ ചേർത്തിട്ടുള്ളതാണ് ആഗമശാസ്ത്രം. അപ്പോ ഇന്ന ക്ഷേത്രങ്ങൾക്ക് ഇന്ന ഭാഗത്ത് വീട് വെച്ചാൽ അത് വാഴില്ല, അത് 100% കറക്റ്റ് ആണ്. ഒന്ന്, ആ ക്ഷേത്രത്തില് പൂജ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഡ്രൈനേജിലൂടെ തന്നെ വെള്ളം ഒഴുകണമെന്നില്ലല്ലോ, ഞാനത് അവിടെ ഇവിടെയൊക്കെ തെറിപ്പിച്ചാൽ എന്ത് ചെയ്യും? അപ്പോ അതിനനുസരിച്ചിട്ടുള്ള ഓരോ ക്ഷേത്രങ്ങൾക്കും അതിന്റെ വിധിയുണ്ട്. അത് ദേവീ ക്ഷേത്രങ്ങൾക്ക് സെപ്പറേറ്റ് ആണ്, ശിവക്ഷേത്രത്തിന് സെപ്പറേറ്റ് ആണ്, കൃഷ്ണക്ഷേത്രത്തിന് സെപ്പറേറ്റ് ആണ്. ചില സ്ഥലങ്ങളില് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാവുകൾ എവിടെയാണോ അവിടത്തേക്കാണ് ഈ അനാവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒഴിപ്പിച്ചു വിടേണ്ടതെന്നാണ് ശാസ്ത്രം. അത് ഉണ്ടാക്കിയിട്ടുള്ളത് കറക്റ്റ് ആണെങ്കിൽ, ആ ഡ്രൈനേജ് കറക്റ്റ് ആണെങ്കിൽ ആ വഴി മാത്രമേ പോവുള്ളൂ. ഡ്രൈനേജ് കറക്റ്റ് അല്ലെങ്കിൽ പൊട്ടി ഒലിക്കുമല്ലോ അവിടെ ഇവിടെയും, അതും ഉണ്ടാവും. അപ്പോ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ശാസ്ത്രമുണ്ട്, അത് കറക്റ്റ് ആണ്, അത് കറക്റ്റ് ചെയ്യാനും സാധിക്കും. ചില ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുടെയൊക്കെ മുമ്പിൽ നോക്കിയാൽ കാണാം, എല്ലാ വീടുകളും നല്ല ഫലമുള്ള വീടുകളായിരിക്കും, ഹൈലി പ്രോസ്പറസ് ആയിരിക്കും. പക്ഷെ അതുപോലെ ആവണമെന്നില്ല ദേവീക്ഷേത്രത്തിന്റെ മുമ്പിൽ. കാരണം ദേവീക്ഷേത്രത്തിന്റെ ദേവിയുടെ നോട്ടം സാധാരണ ഏത് ഭാഗത്താണോ ദൃഷ്ടി ആ ഭാഗത്തേക്ക് വീടുകൾ വാഴില്ല എന്നാണ്. അതിന് ഇത്ര ദൂരം വരെ എന്നൊക്കെ ഉണ്ട് അതിന്റെ പവർ അനുസരിച്ചിട്ട്. അതാണ് അതിന്റെ ശാസ്ത്രം. ക്ഷേത്ര നിർമ്മാണത്തിന്റെ ശാസ്ത്രം അങ്ങനെയാണ്. പിന്നെ ഒരു ഇതും കൂടി ഉള്ളത്, ഞങ്ങൾ ഇതുപോലെ ഒരു പ്രോപ്പർട്ടി പാലക്കാട് അവിടെ തന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ, ഞാൻ TKC സംസാരിച്ചിരുന്നു, പത്രിപ്പാലയാണ് സദനം മാസ്റ്ററായിട്ട്. ഞാൻ പറഞ്ഞല്ലോ സദനം ഹരികുമാറിന്റെ അടുത്ത് ഞാൻ വന്ന കഥയും ഒക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ വാങ്ങാനായിട്ട് നോക്കിയപ്പോ അവിടെ മുൻപ് ഈ സർപ്പ ആരാധനയൊക്കെ ചെയ്തിരുന്നു ആ പ്ലോട്ടിന്റെ അകത്ത്. ഇപ്പൊ അത് ആരും ഒന്നും കെയർ ചെയ്യാതെ അതിന്റെയൊക്കെ ആ ശിലകളൊക്കെ അവിടെ ഇങ്ങനെ അനാഥമായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളത് വാങ്ങിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ഡ്രോപ്പ് ചെയ്തു അവിടെ. പക്ഷെ ഞങ്ങളുടെ ബഡ്ജറ്റില് വരുന്ന നല്ലൊരു പ്രോപ്പർട്ടി അല്ല. അതിന് കുറച്ച് ധൈര്യം ഉണ്ടാവണം. ഇപ്പൊ ഇരിങ്ങാലക്കുട ഭാഗത്തും ഞാൻ താമസിക്കുന്ന വീട്ടിന്റെ പിന്നിൽ ഇതേപോലൊരു വീട് വിൽക്കാനുണ്ട്, സർപ്പുള്ളതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പക്ഷെ ധൈര്യത്തിൽ മേടിച്ചു. അത് ഒഴിവാക്കാനുള്ള ശാസ്ത്രമുണ്ട്. ആയില്യ പൂജ വേണമെങ്കിൽ 1 വർഷം നടത്തേ വേണ്ടൂ. കുറച്ച് സ്ഥലം അതിനായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് അത് സമൃദ്ധി ഉണ്ടാക്കാനും മതി. അത് നമ്മുടെ സൗകര്യം പോലെ, നമ്മുടെ മനസ്സമാധാനം, നമ്മുടെ ധൈര്യമാണ് ഇതിന് പ്രാധാന്യം. അല്ല, നമുക്കത് ചെയ്യാനും അത് കൊണ്ടു നടക്കാനും തയ്യാറാണെങ്കിൽ ഒരു വിരോധവും ഇല്ല. കാരണം ഇതൊക്കെ നമ്മുടെ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് സ്ഥലമെങ്കിലും, ഇപ്പൊ ഒരു 10 സെന്റ് 20 സെന്റ് ആണെങ്കിൽ ഒരു സെന്റ് അതിനായിട്ട് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതിന് ചുറ്റുമുള്ള അത് മാറ്റി പാർപ്പിക്കാനും സ്ഥാപിക്കാനും ഒക്കെ വഴിയുണ്ട് അതിന്. പണ്ട് കാലത്തൊക്കെ എല്ലാ വലിയ വീടുകളിലും വലിയ ഗൃഹങ്ങളിലൊക്കെ ഈ പൂജാമുറിയുടെ സെന്ററിൽ തന്നെ വലിയൊരു തൂണും അതിന് താഴെ സർപ്പങ്ങളും ഉണ്ടായിരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വീടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്റെ ബന്ധുക്കൾക്കൊക്കെ അങ്ങനെയുള്ള വീടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സർവ്വസാധാരണമായിരുന്ന ഒരു കാലമാണ് പണ്ട്. ഇപ്പോ അത് കുറഞ്ഞു. ഞാൻ എന്റെ വൈഫിന്റെ തറവാട്ടിലും ആയില്യം പൂജ ഇപ്പോഴും നടത്തുന്നുണ്ട്. വീട്ടിന്റെ തൊട്ട് മുന്നിൽ തന്നെ ഉണ്ട്. ഇരിങ്ങാലക്കുട ഡോക്ടർ TPS അടിച്ച വീട് കാണാം. കിണറിന്റെ തൊട്ടടുത്ത്
ഈ പിന്നെ ആയില്യ പൂജ, സർപ്പത്തിന്റെ പൂജ നടത്തുന്ന ഒരു സ്ഥാപനവും കൂടിയുണ്ട്. അത് വലിയൊരു സംഭവമൊന്നുമല്ല. കുറച്ചൊരു സ്ഥലം അതിനായിട്ട് നമ്മൾ മാറ്റിവെക്കണം. അതിനുള്ള കർമ്മങ്ങൾ പൂജ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യണം. എത്ര നാൾ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ അവിടെ നമ്മൾ താമസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ബലമുണ്ട്, അല്ലെങ്കിൽ അതിന് വിശ്വാസമുണ്ട് എങ്കിലൊക്കെ ഇതിന് ബാധകമുള്ളൂ. ഏത് സംഭവവും കല്ലിനല്ല പ്രാധാന്യം, കല്ലിനെ സങ്കല്പിച്ചു കൊടുക്കുന്ന ശക്തിക്കാണ് പ്രാധാന്യം. അർച്ചകസ്യ പ്രഭാവേന ശിലോ ഭവതി ശങ്കരഃ, അനർച്ചകസ്യ അപ്രഭാവേന ശങ്കരോ ഭവതി ശിലഃ എന്നാണ്. നമ്മളൊരു കല്ലിനെ ശിവനാക്കി മാറ്റാനും ഒരു ശിവനെ കല്ലാക്കി മാറ്റാനും വലിയ പണിയൊന്നുമില്ല. സങ്കല്പമാണ് പ്രാധാന്യം, വിശ്വാസമാണ് പ്രാധാന്യം. ഞങ്ങളിപ്പോ ഖത്തറിലുള്ളത്. ഈ ജൂലൈയില് വെക്കേഷനില് നാട്ടിൽ വരുമ്പോ കാണണം. ഞാൻ പത്തിരിപ്പാല വന്നിട്ടുണ്ട്. എന്റെ അടുത്ത സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു, അവിടെ താമസിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ സദനത്തിലൊക്കെ വന്നത്. കഴിഞ്ഞ പ്രാവശ്യം TPSC അവിടെ നടുവിൽ വന്ന സമയത്ത് ലീന വന്നിരുന്നല്ലോ. ലീന എന്റെ കസിനാണ്. ലീനയായിട്ട് ഞാൻ സന്തോഷം. ലീന വളരെ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ്. അതെ അതെ. ഇന്ന് ചേർന്നില്ലാവോ? ഇല്ല, അന്ന് ചേർന്നിട്ടില്ലെന്ന് തോന്നുന്നു, കണ്ടില്ല. ലീന പാലക്കാടുന്ന് അമ്മയെയും കൂട്ടി സ്വന്തം വണ്ടി ഓടിച്ചിട്ടാണ് നടുവിലേക്ക് വന്നത്. അതെ 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 അതെ. എന്റെ കസിന്റെ വൈഫാണ്, എന്റെ അമ്മാമ്മയുടെ മകന്റെ ഭാര്യയാണ് ലീന. സന്തോഷം സന്തോഷം. കാണാം, ആരതിയെ കാണാം. ദോഹയിലാണോ ഉള്ളത്? ഞങ്ങളിപ്പോ ദോഹയിലാണ് ഉള്ളത്. ദോഹയിൽ എവിടെയാ വർക്ക് ചെയ്യണത്? ഹസ്ബൻഡ് പ്രൈവറ്റ് സർവീസ് ആണ്. ഞാൻ കുറെ വന്നിട്ടുള്ളതാ. ബിർള പബ്ലിക് സ്കൂള്, ISS ഇസ്ലാമിക് സ്കൂള്, പിന്നെ അങ്ങനെ കുറെ സ്കൂൾസിൽ വന്നിട്ടുണ്ട് അവിടെ പ്രോഗ്രാമുകളായിട്ട്. ചർച്ചിൽ വന്നിട്ടുണ്ട്. 3 ദിവസത്തെ വർക്ക്ഷോപ്പ് ചർച്ചിലായിരുന്നു. അതെ, ഒയാസിസിൽ വന്നിട്ടുണ്ട്. ഇവിടെ കുറെ സ്കൂൾസിൽ വന്നിട്ടുണ്ട്. നോബിളിലും ഉണ്ട്. നോബിൾ ഡോക്ടർ TPS നടിച്ച എന്റെ ക്ലാസ് കേൾക്കാം. യു ടെൽ മീ ദ സ്കൂൾ, ഐ വിൽ ടെൽ യു ദാറ്റ് ഐ ആം ദേർ. ഗൾഫിൽ ഞാൻ പോവാത്ത സ്കൂൾസ് വളരെ കുറവാണ്. എല്ലാ പ്രിൻസിപ്പൽമാരും ടീച്ചർമാരും ഒക്കെ ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നോബിളില് കോവിഡ് കാലത്ത് എന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ദോഹത്തൊക്കെ കുറെ പേര് എന്റെ കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട്. നടുവിൽ വന്ന് താമസിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ. സന്തോഷം. എന്റെ മോൾക്ക് ഇതേപോലെ ഒന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ മോൾക്ക് നാളെ വരെ എക്സാം ആണ്. നോ പ്രോബ്ലം. എപ്പോ വേണമെങ്കിലും ഒരു Gmeet വിളിച്ചാല് we can have subject discussion, no issue. Okay, TPSC, thank you so much. ഒരു കാര്യമേ കണ്ണു ഇങ്ങനെ പറയുന്നത് സാധാരണ മാഷ് പറഞ്ഞില്ലേ, വർഷത്തിന് മുമ്പ് നല്ല ഫലങ്ങളുള്ള ഇതുണ്ടാവും, അങ്ങനെ ഉണ്ടാവും. മിക്കതും ആൾക്കാർ പറയും ചിലപ്പോ എന്തെങ്കിലും ഒരു പുലിങ്ങ കയ്യോ മാങ്ങ എന്തെങ്കിലും വെച്ചാൽ അതാരോ കണ്ണു വെച്ചിട്ടാണ്. ഈ കണ്ണു വെക്കുക എന്ന് പറയുന്നത് എന്താ പക്ഷേ? അല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഇമ്പാക്ട് ഉണ്ടാവുമല്ലോ. നമ്മളെ സ്നേഹം കൊടുക്കുന്ന സമയത്ത് സ്നേഹം നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ, ദേഷ്യം കാണിക്കുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, പ്രകൃതിയിലുള്ള എല്ലാത്തിനും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. അങ്ങനെ പോയാൽ പോട്ടെ, അവർക്ക് വേണമെങ്കിൽ അത് കൊടുത്താൽ പോരെ. നമുക്ക് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴല്ലേ ഇതിന്റെ ദൂഷ്യം നമ്മൾ അനുഭവിക്കുന്നതായിട്ട് തോന്നുള്ളൂ. ഞാൻ കഴിക്കുന്ന ഒന്നും എന്റേതല്ല എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ ഈ സ്വാർത്ഥന്മാർക്ക് ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ പോട്ടെ നോക്കാം. പിന്നെ പണ്ടുള്ളവര് നമ്മളിപ്പോ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാല് കുറച്ച് മുളകും ഉപ്പും പിന്നെന്താ പറയാ ഇതെല്ലാം കൂടി ഇട്ടിട്ട് അടുപ്പിൽ കൊണ്ടുപോയിട്ട് ഒഴിഞ്ഞിട്ട് ഇടും. അപ്പൊ മണം നല്ല പൊട്ടുന്ന മണമെല്ലാം വന്ന് ഞാൻ നല്ലോണം കണ്ണീരിച്ചിട്ടുണ്ട് പറയും. അല്ല, അതെന്താ വെച്ചാല് നമ്മൾ കോൺഷ്യസ് ആവുക എന്നുള്ളതാണ്. നമ്മൾ കോൺഷ്യസ് ആയിട്ട് എല്ലാ പ്രശ്നങ്ങളും ഒരു പ്രാവശ്യം കുളിച്ചാൽ തീരുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ കോൺഷ്യസ് ആവുക, കുറച്ചും കൂടി ഒരു ഉഷാറുണ്ടാവും, മനസ്സിൽ തോന്നലുണ്ടാവുമ്പോൾ ഈ എല്ലാ ആചാരങ്ങൾക്കും നമ്മളുടെ കോൺഷ്യസ്നെസ് ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിത് ചെയ്യുന്ന സമയത്ത് എന്റെ ശ്രദ്ധ എവിടെയാവും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മറന്ന് പുതിയൊരു ലോകത്തേക്ക്. പ്രാർത്ഥനയും അതിന് വേണ്ടിട്ട് തന്നെയാണ്. സ്കൂളിലെത്തി എന്തിനാ പ്രാർത്ഥന? എല്ലാ പല ചിന്തകളുമായിട്ട് ആൾക്കാർ വരുമ്പോ അവരെയൊക്കെ ഏകോപിപ്പിച്ച് ഒരേ ചിന്തയിലേക്ക് കൊണ്ടുപോകാനാണ്. അതുപോലെ നമ്മൾ വീട്ടിൽ കയറുമ്പോൾ പുറത്തുണ്ടായിരുന്ന ചിന്തകളൊക്കെ മാറ്റി പുതിയ ചിന്തകളിലേക്ക് മാറും. അത് നല്ലപോലെ പിന്നെ കുളിച്ചാലും നല്ല ആക്ടിവിറ്റി ഒക്കെ വരുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല. ഗിരിജ എന്തോ പറയാൻ വേണ്ടി 2-3 പ്രാവശ്യമായി. നേടാനായിട്ടും പറയുന്നുണ്ട്. അതെ, മൃത്യുഞ്ജയ മന്ത്രത്തിന്റെ അർത്ഥമാണ്
ആ സൗണ്ടിൽ കുറച്ച് വ്യത്യാസം, എന്തോ ഒരു കുഴപ്പമുണ്ട് ഇപ്പോഴും. പക്ഷെ മൃത്യുഞ്ജയ മന്ത്രം എന്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആ ചോദ്യം. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയ മാമൃതാത്. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ ചൊല്ലില്ല. ശരിക്കു പറഞ്ഞാൽ മൃത്യുവിൽ നിന്നും എന്നെ രക്ഷിക്കണേ, എനിക്ക് ലോങ് ലൈഫ് തരണേ എന്നൊന്നും അല്ല ഇതിന്റെ അർത്ഥം. സാധാരണഗതിയിൽ കക്കിരി, വെള്ളരി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കുക്കുംബർ എന്ന് പറയുന്ന സാധനം, അതിന്റെ ഒരു ഗുണം എന്താ വെച്ചാല് നല്ല പോലെ അത് ചീഞ്ഞളിഞ്ഞാലും അത് പറിക്കാൻ നോക്കുമ്പോൾ അതിന്റെ വള്ളി അടക്കം അതിന്റെ കൂടെ വരും. നല്ല പോലെ ബന്ധിപ്പിച്ചിട്ടുള്ള സാധനമാണ്. ബാക്കി എല്ലാ കൃഷി ചെയ്തിട്ടുള്ള സാധനവും ഒന്നൊന്ന് ഞെരടിയാ കയ്യിൽ വരും. പക്ഷെ ഈ കുക്കുംബർ അങ്ങനെ വരില്ല. ഉർവാരുകം എന്ന് പറഞ്ഞാൽ ഈ വെള്ളരിക്ക അല്ലെങ്കിൽ കക്കിരിക്ക രൂപത്തിൽപ്പെട്ടിട്ടുള്ള കുക്കുംബർ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ആ കായക്കാണ് പറയാ ഉർവാരുകം. എന്റെ ആയുസ് ഈ ശരീരത്തിൽ നിന്നും എങ്ങനെയാണോ ഉർവാരുകം വള്ളിയിലേക്ക് ചേർന്നിരിക്കുന്നത് അതുപോലെ വിടാതെ പിടിക്കണേ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എപ്പോഴെങ്കിലും എന്നെ വിടിയിക്കണമെങ്കിൽ നല്ല പോലെ കട്ട് ചെയ്ത് ഷഠയെന്നുണ്ട് എടുത്തുകൊണ്ടുപോകണമെന്ന അർത്ഥം. എന്നുവെച്ചാൽ ആക്സിഡന്റ്, മരണം ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അറിയാതെ കുറെ കാലം ഇങ്ങനെ പെട്ടുപോവരുതേ, കുറെ നരകിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ വരരുത്, നല്ല മരണം വേണം എന്നാണ്. എന്താ നല്ല മരണം? കുറെ ദുഷിച്ച്, കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ബാക്കിയുള്ളവരെയൊക്കെ സഹിപ്പിച്ച് ദുഃഖിപ്പിച്ച് കുറെ അസുഖങ്ങളായി കടന്ന് ഹോസ്പിറ്റലൊക്കെ കുറെ കാശ് ചെലവാക്കിയിട്ടുള്ള മരണത്തെ നല്ല മരണം എന്ന് പറയും. നല്ല മരണം എന്ന് പറഞ്ഞാൽ ഷഠയെന്ന് പറഞ്ഞു പോകുന്നതാണ് നല്ല മരണം. അപ്പൊ എനിക്ക് നല്ല മരണം വേണം എന്നാണ് പറയുന്നത്. ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയ മാമൃതാത്. എങ്ങനെയാണോ കക്കിരി നമ്മള് ആ വള്ളിയിൽ നിന്ന് പുറത്തെടുക്കുന്നത് അതുപോലെ എന്റെ മരണത്തെ എന്നിൽ നിന്ന്, എന്റെ ആയുസിനെ എന്നിൽ നിന്ന് എടുത്തു കളയണേന്നാണ്. അപ്പൊ നല്ലപോലെ പ്രാർത്ഥിച്ചാൽ കിടക്കാതെ രക്ഷപ്പെടാന്നർത്ഥം. അങ്ങനെയുള്ള മരണത്തിനെയാണ് മോക്ഷം എന്ന് പറയാം. കുറെ കടന്ന് നരകിച്ച് മരിക്കുന്നതിനേക്കാളും പെട്ടെന്ന് എന്നെ കൊണ്ടുപോണേന്നാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നല്ലപോലെ ഭജിക്കുക. അത്തരം മരണമാണ് ഏറ്റവും നല്ല മരണം. ഒരു ദിവസം ടപ്പ് എന്ന് പറഞ്ഞ് കൃഷ്ണരാമ ഗോവിന്ദ സ്ഥലം വിടുന്ന അവസ്ഥയാണ്. അല്ലാതെ കിടന്ന് ആശുപത്രി കൊണ്ടുപോയി കുറെ ദിവസം അവിടെ കിടത്തി, ICU എന്ന് പറഞ്ഞ് അവിടെ കുറെ കിടത്തി, കുറെ കാശ് ചെലവാക്കി, ബാക്കിയുള്ളവരിൽ ഇയാൾ എപ്പോഴാ ചാവുകയെന്ന് കാത്തിരിക്കുന്ന ഒരവസ്ഥയിലൊന്നും ആവരുത്. അപ്പൊ അതുപോലെ മരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതിന് ചെല്ലണം, സ്ഥിരമായിട്ട് ചെല്ലുക നല്ലത്. അതെ, അതുകൊണ്ട് ഇത് നല്ല മരണം വേണമെന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതാ അർത്ഥം. നരകിച്ച് മരിക്കരുത് എന്നാണ് അർത്ഥം. അത് നല്ലതല്ലേ? അപ്പൊ അതിന്റെ ഒരു പെട്ടെന്നുള്ള ഒരു ആൻസർ ആണ് ഞാൻ പറഞ്ഞത്. ഷഠയെന്ന് പറഞ്ഞു പോണേന്ന്. ഷഠയെന്ന് പറഞ്ഞു പോകാന്നാണ് എന്താ അർത്ഥം അല്ലെ? അറിയാതെ പെട്ടെന്ന് മരിക്കുന്നതിനല്ലേ നമ്മൾ ആക്സിഡന്റ് എന്ന് പറയാം. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ വണ്ടി അടിച്ചിട്ട് ചാവണം എന്നല്ല ഞാൻ പറഞ്ഞത്. അറിയാതെ പെട്ടെന്ന് മരിച്ചു പോകണം. രാത്രി കിടന്ന് രാവിലെ വന്നേക്കുമ്പോഴത്തേക്കും ആളുണ്ടാവരുത്. അങ്ങനെ പോകുന്നതാണ് നല്ലത്. എപ്പോഴും അങ്ങനെയാണ് നല്ലത്. അത് ചിലപ്പോൾ മരത്തിന്റെ മുകളിൽ നിന്ന് വീണിട്ടോ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണിട്ടോ ഒന്നും ആവാണ്ടിരുന്നാൽ ബാക്കിയുള്ളവർ പറയില്ല ആത്മഹത്യ എന്നൊന്നും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കുന്നതൊക്കെ അങ്ങനെയാണ് ചിലപ്പോൾ. പക്ഷെ ആ സമയത്തും കുറെ ദുഃഖവും വിഷമവും ഒക്കെ അനുഭവിച്ചിട്ടാണെങ്കിൽ ഈ മന്ത്രത്തിന് വലിയ ഫലമില്ല എന്ന് പറയുന്നത്. അപ്പോ നല്ല മരണം വേണം എന്നാണ് ഇതിന്റെ അർത്ഥം. നല്ല മരണത്തിലൂടെയാണ് മോക്ഷത്തിലേക്ക് എത്തുക. ഗുഡ് ഇനഫ്. ചോദ്യം, നാമം ജപിക്കുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കാനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ അമ്പലങ്ങളിലെ പ്രഭാഷണങ്ങളിലും അതേപോലെ സപ്താഹത്തിനൊക്കെ. അപ്പൊ അതില് സംസ്കൃത ഭാഷയ്ക്ക് ഉള്ള പ്രാധാന്യം എന്താണ്? സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ചൊല്ലാന്നൊക്കെ പറയില്ലേ, അപ്പൊ അതിനുള്ള പ്രാധാന്യം എന്താണ്? സംസ്കൃതം വേണമെന്നൊന്നുമില്ല. ജ്ഞാനപ്പാന നല്ല മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമുക്ക് ഇല്ലേ? ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും അറിയുന്ന ഒരു മന്ത്രല്ലേ? ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എന്താ അതിനർത്ഥം? എന്താണ്? ഹരിക്കുക എന്ന് പറഞ്ഞാൽ കട്ടുകൊണ്ടു പോവാന്ന് അർത്ഥം. ഹരണം എന്ന് പറഞ്ഞാൽ കട്ടുകൊണ്ടു പോവാന്നാണ്. ഹരേ രാമ, രാമ എന്നെ കട്ടുകൊണ്ടുപോകൂ, കൃഷ്ണ എന്നെ കട്ടുകൊണ്ടു പോകുന്ന അർത്ഥം.
അപ്പൊ ശ്രീലേഖയുടെ വീട്ടിനടുത്തൊക്കെ രാമനും കൃഷ്ണനും ഉണ്ടെങ്കിൽ ശ്രീലേഖയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകും. ചിലപ്പോൾ പേര് മാറ്റി ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് കട്ടുകൊണ്ടുപോയിട്ട് പോലീസ് കേസ് കൊടുത്താലും പറ്റില്ല. കാരണം വൈകുന്നേരം എല്ലാ ദിവസവും ഉറക്കെ പറയുണ്ടായിരുന്നു എന്നെ കട്ടുകൊണ്ടു, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോയതെന്ന് പറയും. ശരിക്ക് എന്റെ മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാന് നമ്മൾ അർപ്പിക്കും എന്നൊക്കെ പറയുന്നേ ഉള്ളൂ, അങ്ങനെ അർപ്പിക്കാറില്ല. അതുകൊണ്ട് ഞാൻ അറിയാതെ എന്റെ മനസ്സ് അങ്ങ് എടുത്തു കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്ന് പറയുന്ന ശരീരമല്ല, എന്റെ ബുദ്ധിയും എന്റെ മനസ്സും എന്റെ ആത്മാവും അങ്ങയിലേക്ക് അറിയാതെ തന്നെ ചെന്ന് പെടണേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് മഹാമന്ത്രം. ആ ഒറ്റ മന്ത്രം ചൊല്ലിയാൽ മതി, അതാണ് ഏറ്റവും വലിയ മഹാമന്ത്രം. അതിനേക്കാളും വലിയ മന്ത്രം ഏത് കള്ള സന്യാസിമാർക്കും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മന്ത്രത്തിന് വേണ്ടി ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. മഹാമന്ത്രം കയ്യിലിരിക്കുന്നവരാണ് നമ്മളൊക്കെ. അത് കൃത്യമായിട്ട് ചൊല്ലിയാൽ തന്നെ എനിക്ക് ഭഗവാനിലേക്ക് ലയം പ്രാപിക്കാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അതുകൊണ്ട് കലികാലത്തില് മഹാമന്ത്രമായിട്ട് സങ്കല്പിച്ചിട്ടുള്ള ഹരേ രാമ ഹരേ കൃഷ്ണ എന്നാണ്. അത് തിരിച്ച് ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന് ചൊല്ലുന്നവരാണ് ഇസ്കോണുകാർ. കാരണം അവർക്ക് രാമൻ എന്ന് പറയുന്നത് കൃഷ്ണനെക്കാളും താഴെയാണെന്നാണ്, അത് ബലരാമനാണെന്നാണ് അവരുടെ ധാരണ. ഇതൊക്കെ ഓരോ കൾട്ടുകളാണ്. കാരണം എന്തായാലും നമുക്ക് തോന്നുന്നു നമുക്ക് ഇഷ്ടമുള്ളത് ചൊല്ലിയാൽ മതി. അർത്ഥം അറിഞ്ഞിട്ട് ചൊല്ലുകയാണ് കുറച്ചും കൂടി നല്ലത്. അർത്ഥം അറിയാതെ ചൊല്ലിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം എല്ലാത്തിന്റെയും അർത്ഥം അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ എല്ലാവരും ചൊല്ലുന്നു. പക്ഷെ അത് നമ്മുടെ ഒരു ഡിവോഷനാണ്. ഇപ്പം ഒരാൾ പറഞ്ഞ പോലെ ഞാൻ സറണ്ടർ ചെയ്യാണെന്നുള്ള തോന്നലിലാവാം, മോക്ഷം കിട്ടാന്നുള്ള തോന്നലിലാവാം, ഭക്തി ഉണ്ടാവണം എന്നുള്ള തോന്നലിലാവാം. എന്തോ ഒരു തോന്നലുണ്ടല്ലോ നമുക്ക്. ആ തോന്നലിൽ അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. വേറെ ആരെങ്കിലും പറയുന്നത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അവിടത്തേക്ക് നമ്മൾ ചാടണം. അത്രേ ഉള്ളൂ. മാഷെ, ഒരു ചോദ്യം. ഞാൻ തൃശ്ശൂരിനാണ്, എന്റെ പേര് സിന്ധു. ഈ ഓണവില്ലിനെ പറ്റി ഐതിഹ്യണ്ടേ? ഓണവില്ല് വീട്ടിൽ വെക്കുന്നതിനെ പറ്റി എനിക്ക് അറിയില്ല കേട്ടോ. അറിയില്ല. ആ ഓണപ്പാട്ടിന്റെ ആ വില്ലടിച്ചാമ്പാട്ടിന്റെ വില്ലാണോ? അല്ല, അതിപ്പോ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലൊക്കെ പൂജിച്ചിട്ട് ഓണത്തിന്റെ സമയത്ത്. അറിയില്ല, അതൊക്കെ വളരെ ലോക്കൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ല അങ്ങനെ ഒരു സംഭവം, ഓണവില്ല് പൂജിച്ചു കൊണ്ടുവരാം. ഈ അടുത്ത് അവിടെ പോയപ്പോഴാണ്, അവിടെ എന്റെ ഒരു ബന്ധുവീട്ടിൽ പോയപ്പോഴാണ് അവിടെ ഓണവില്ല് വെച്ചത്. അപ്പൊ ഞാനും അത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ച് ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോയപ്പോ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയില്ല ഏത് സ്ഥലത്താണത്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അത് ഓണത്തിന്റെ ടൈമിൽ മാത്രമേ അത് ഉള്ളൂ. അപ്പൊ ഓണത്തിന്റെ സമയത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താൽ മതി. അതായത് ഓണത്തിന്റെ സമയത്ത് ഉത്രാടത്തിനോ അങ്ങനെ പൂജിച്ചിട്ട് തരും. അറിയില്ല, അറിയാത്ത കാര്യം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഴകത്തരമ്മയെ കാണാനായിട്ട്. അഴകത്തരമ്മ ഞാൻ പറഞ്ഞിട്ട് പോയി എന്നൊക്കെ സിന്ധു പറഞ്ഞത് ഞാൻ ഓർക്കണം. അഴകത്തരമ്മയെ കാണാൻ പോയി. അത് വലിയൊരു ഭാഗ്യമായി. അത് എന്താണ് ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയത്. അപ്പോൾ കണ്ടിട്ട് അവിടെ കണ്ട അത്ഭുതം തോന്നിട്ട് ഞാൻ ചോദിച്ചത് എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പോഴാണ് അവര് പറയുന്നത് ഇങ്ങനെയാണ്. അഴകത്തരമ്മയെ കാണാൻ പോയി. അവരിപ്പോ അവരുടെ ഗ്രൂപ്പിൽ വരെ എന്നെ ആഡ് ചെയ്തു. 1-2 മണിക്കൂർ തന്നെ അവിടെ ചെലവഴിച്ചിരുന്നു. സന്തോഷം. തിരുവനന്തപുരത്തുകാർക്ക് പോലും അറിയില്ല പത്മനാഭന്റെ അമ്മയുടെ ക്ഷേത്രം ഇവിടെ ഉണ്ട്, അഴകത്തര അമ്മയുണ്ട് എന്നൊക്കെ ഉള്ളത്. അതെ, എന്റെ പ്രഭാഷണം കേട്ടിട്ടാണ് അങ്ങനെ പലരും എഴുതി എനിക്ക്. അത് കേട്ടിട്ടാണ് അറിഞ്ഞത്, ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോ ഞാൻ പറഞ്ഞത് അഴകത്തി ക്ഷേത്രത്തിൽ അഴകത്തരമ്മയാണ് എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ സമിതി സെക്രട്ടറി സംസാരിച്ചു. അതൊക്കെ വെറുതെ പറയണതാണ് എന്ന് പറഞ്ഞ ഞാൻ സാറിന്റെ ലിങ്ക് ഒന്ന് എഴുതി കൊടുത്തു. ഇതൊന്ന് കേട്ട് വെച്ചപ്പോഴും സാറ് സമയം കിട്ടുമ്പോന്ന്. ഈ പൊങ്കാല ഇടുന്ന സമയത്ത് ആ ദിവസം ഒരു വില്ലടിച്ചാമ്പാട്ട് പറഞ്ഞിട്ട് അവിടെ നടക്കുന്നില്ലേ? അല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ തെക്ക് ഭാഗത്ത്. അതാണ് ഞാൻ ചോദിച്ചത്, സിദ്ധോട് വില്ലടിച്ചാമ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ? അല്ല, ഇത് ശരിക്കും അവിടെ ഞാൻ നെറ്റിൽ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോ ഇത് അങ്ങനെ ഒരു കുടുംബം തന്നെയുണ്ട്. ഈ ഓണവില്ല് എന്ന് പറഞ്ഞൊരു പാരമ്പര്യമായിട്ടൊരു കുടുംബമുണ്ട്. പക്ഷെ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടുന്നില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ് ഈ കുടുംബം നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടെ ആലവട്ടം ഉണ്ടാക്കുക അതേപോലെ ഇത് ഉണ്ടാക്കുന്ന ഒരു കുടുംബം അതുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചപ്പോ പറഞ്ഞത് ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കലാണ് ഇത് പൂജിച്ചു നൽകുക. അത്യാവശ്യം പ്രൈസും ഉണ്ട് അതിന്. ഇപ്പൊ കഴിഞ്ഞ വർഷം കൊടുത്ത ഒരു 5,000 എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് നല്ല ഭംഗിയിട്ട് കാണാനായിട്ട്. അപ്പൊ അത് വീട്ടില് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചോദിച്ചത്. PR ഓഫീസിൽ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഓണത്തിന്റെ സമയത്ത് ബുക്ക് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു ഐതിഹ്യം അത് വീട്ടിലേക്ക് എന്തിനാണ് അത് സാറിനോടും ചോദിച്ചു. അറിയില്ല, എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ.
താങ്ക് യു മാഷേ. നമസ്കാരം മാഷെ. നമസ്കാരം. ആ ശാന്തേച്ചി ഇപ്പൊ ചേർന്നേ ഉള്ളൂ, നമ്മൾ കഴിഞ്ഞു, 8:30 ഡോക്ടർ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ശാന്തേച്ചി മ്യൂട്ടഡ് ആണ്. ശാന്തേച്ചി ടു ലേറ്റ്, സോറി ഫോർ ദി. ശാന്തേച്ചി നടുവിലാണ്. എന്റെ ഇളയച്ഛന്റെ ഭാര്യയാണ്, ഇളയമ്മയാണ് ശാന്ത. എന്റെ മാത്തമാറ്റിക്സ് ടീച്ചർ ആയിരുന്നു. എന്നെ പഠിപ്പിച്ചിട്ടില്ല, നമ്മുടെ സ്കൂളിലായിരുന്നു. റിട്ടയർ ആയിട്ട് കുറെ കാലം. വളരെ ആക്റ്റീവാണ്. ഇടക്കിടയ്ക്ക് എന്റെ സത്സംഗിലൊക്കെ ഉണ്ടാവും. നമ്മൾ പണ്ട് മ്യൂസിക് ഇൻ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാം, കുറേ പ്രോഗ്രാമുകളിൽ നല്ല പാട്ടൊക്കെ പാടിയിരുന്നു ശാന്തേച്ചി. ഞാൻ എപ്പോ നാട്ടിലുണ്ടെങ്കിലും ശാന്തേച്ചി അവിടെ ഉണ്ടാവും. ഒരു അവിഭാജ്യ ഘടകമായിട്ട് വരുന്ന ഒരാളാണ് ശാന്തേച്ചി, അല്ലേ ശാന്തേച്ചി? പിന്നെ നമുക്ക് എപ്പോഴും അടുത്തതിനെ കാണാം. എല്ലാവർക്കും എല്ലാരെയും കാണണം. ശരി എന്നാ. ഓക്കെ ബൈ ബൈ. ഓക്കെ ഓക്കെ ഓക്കെ.